ഒരു ദിശ. അപ്പൊ ഈ പ്രവർത്തനത്തിന്റെ ഒരു മുഴുവൻ വളരെ വിശദമായിട്ട് നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞ് തീർക്കല് സാധ്യമല്ലാത്തത് കൊണ്ട് വളരെ അതിൻ്റെ ചില സംക്ഷിപ്തമായ രൂപങ്ങൾ ഞാൻ പറയാം. പിന്നീട് നമുക്ക് പല സമയത്തായിട്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമ്മളെ സംഘടനാ പ്രവർത്തനത്തില് സംഘത്തിന്റെ നേരിട്ടുള്ള പ്രവർത്തനം ചെയ്തവർക്ക് അതിൻ്റെ ഒരു ആത്മീയത എന്താണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് തരേണ്ട ഒരു ആവശ്യമില്ല. സംഘം തുടങ്ങിയ സമയത്ത് തന്നെ പരംപൂജന ഡോക്ടർജിയും ഗുരുജിയൊക്കെ ചേർന്നിട്ട് സിന്ധി ബൈഠക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ബൈഠക്ക് നടന്നതായിട്ട് നമ്മളെ സംഘചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. റാണേഗള സിന്ധി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ബൈഠക്ക് ആയതുകൊണ്ടാണ് സിന്ധി ബൈഠക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതില് സംഘത്തിന്റെ തുടക്ക സമയത്തെ സംഘത്തിന്റെ കാര്യപദ്ധതികൾ മുഴുവൻ തീരുമാനിച്ചിരുന്നത് ആ ബൈഠക്കിൽ വെച്ചിട്ടായിരുന്നു. സംഘത്തിന്റെ പ്രാർത്ഥന അടക്കമുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചുള്ള ഡിസ്കഷനും അതിന്റെ ഒരു തീരുമാനവും ഒക്കെ വന്നത് അതിലാണ്. ആ ഒരു പ്രവർത്തനം 1925 ശേഷം ഒരു 10 വർഷം കൊണ്ടിട്ടാണ് നമ്മൾ തുടക്കത്തിലെ നമ്മളുടെ പല കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചിട്ടപ്പെടുത്തി ഒരു സംഘടനാ രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ ആ തുടക്ക കാലഘട്ടത്തിൽ തന്നെ പരമപൂജനീയ ഡോക്ടർജി നമ്മളോട് മുമ്പിൽ വെച്ചിരുന്ന വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട്, അതേസമയം വളരെ സൂക്ഷ്മമായ ഒരു കാഴ്ചപ്പാടായിരുന്നു. സംഘം ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ ഈ സമാജത്തിലെ പല സംഘടനകളിൽപ്പെട്ട ഒരു സംഘടനയല്ല, മറിച്ച് സംഘം സമാജത്തിന്റെ സംഘടനയാണ് എന്ന് ഡോക്ടർജി പറഞ്ഞു. വളരെ സൂക്ഷ്മമായ ജൈവികമായ അർത്ഥസത്തയുള്ള ഒരു വാക്കാണ്. അതായത് എങ്ങനെയാണോ നമ്മളുടെ ശരീരത്തിലെ രക്തം നമ്മളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ജീവസുറ്റതായിട്ട് നിലനിർത്തുന്നത് എന്നതുപോലെയാണ് സംഘം രാഷ്ട്ര ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു ആത്യന്തികമായ അർത്ഥം. സംഘം ഇന്ന് ഇല്ലായിരുന്നെങ്കിൽ എന്ത് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇന്ന് ധാരാളം ദാർശനികന്മാരും പണ്ഡിതന്മാരും സംഘത്തെ വിമർശിക്കുന്നവർ പോലും എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, സംഘമില്ലായിരുന്നെങ്കിൽ ഭാരതത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. കാരണം രാഷ്ട്രവിരുദ്ധ ശക്തികൾ എങ്ങനെയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നടക്കാത്ത തരത്തിൽ സംഘം ഭാരതത്തെ ആന്തരികമായി ശക്തിപ്പെടുത്തി എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ശരീരവും രക്തവും എന്നുള്ള തരത്തിൽ അതിനെ ഉപമിച്ചത്. ഈ ഒരു പ്രവർത്തനത്തില് സംഘത്തിന്റെ ഒരു സംഘടന എന്നുള്ളതിൽ ഒരു സംഘത്തിന് ഒരു ശക്തമായ ഒരു ചട്ടക്കൂടുണ്ട്, ഒരു കാര്യപദ്ധതി ഉണ്ട്, ഒരു ക്രമബദ്ധമായിട്ടുള്ള ഒരു രീതികളുണ്ട്. അതിലൊന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ പോകുന്ന ഏക സംഘടന നമ്മളാണ്. അതുകൊണ്ടാണ് നമ്മൾ 100 വർഷമായിട്ടും വളർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളുടെ ശാഖാപ്രവർത്തനം, ആ ശാഖാപ്രവർത്തനത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമ്പർക്കവും അതിനെ തുടർന്ന് ശാഖയിൽ വന്ന് കാര്യകർത്താക്കൾ പ്രശിക്ഷണം കിട്ടി പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ യുക്തിയും ബുദ്ധിയും വിവേകവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സംഘടനയുടെ വിവിധ ചുമതലകൾ വഹിക്കുകയും ചുമതലകൾ വഹിക്കാതെ തന്നെ ധാരാളം നിരവധി കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ ഇന്ന് വിശ്വം മുഴുവൻ, നമ്മളൊക്കെ ഇപ്പോൾ ഭാരതത്തിന് പുറത്തിരിക്കുകയാണല്ലോ, അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ സംഘപ്രവർത്തനം ചെയ്യുന്നത് ഒരു രാഷ്ട്രാഭിമുഖ്യമായിട്ടുള്ള ഒരു ദിശാദർശനം നമുക്ക് നമ്മുടെ രക്തത്തിലേക്ക് നമ്മളുടെ മേധാശക്തിയിലേക്ക് പകർന്നു കിട്ടിയത് കൊണ്ടാണ്. അത് നമ്മളെ സ്വഭാവത്തെ രൂപീകരിച്ചിട്ടുണ്ട്, നമ്മളുടെ വ്യക്തിത്വത്തെ രൂപീകരിച്ചിട്ടുണ്ട്, നമ്മളുടെ കുടുംബത്തിനെ അത് സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മൾ താമസിച്ചു വരുന്ന സമൂഹത്തെയും അത് സ്വാധീനിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തില് സംഘത്തിന്റെ ഒരു കാര്യവിഭാഗങ്ങൾ, ധാരാളം കാര്യവിഭാഗങ്ങളും കാര്യപദ്ധതികളും ഉണ്ട്. ഇപ്പൊ ശാരീരികമുണ്ട്, ബൗദ്ധികമുണ്ട്, സേവയുണ്ട്, സമ്പർക്കമുണ്ട്, പ്രചാറുണ്ട്, അതേപോലെ തന്നെ സംഘചാലകന്മാരുടെ പ്രവർത്തനമുണ്ട്, ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യവാഹന്മാരുടെ പ്രവർത്തനമുണ്ട്. ചുമതലയ്ക്ക് അനുസരിച്ചിട്ട് സംഘത്തിന്റെ ഔദ്യോഗിക ചുമതല അല്ലെങ്കിലും സംഘപ്രചാരകന്മാർ, സർസംഘചാലകൻ മുതലുള്ള സംഘപ്രചാരകന്മാരെല്ലാവരും തന്നെ സംഘത്തിന്റെ ഒരു ധാർമ്മിക നേതൃത്വമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വെൽ നിറ്റഡ് ആയിട്ടുള്ള ഊടും പാവും നെയ്യുക എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു പ്രവർത്തനത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ പ്രവർത്തനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
സംഘം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് എന്ന ഒരു ചോദ്യമുണ്ട്. സംഘം രാഷ്ട്രത്തിന്റെ പരമമായ വൈഭവം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിലും പ്രതിജ്ഞയിലും ഒക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ധർമ്മത്തെ വഴി പോലെ സംരക്ഷിച്ചിട്ട് അല്ലെങ്കിൽ യഥാവിധി സംരക്ഷിച്ചിട്ട് ഈ ഹിന്ദു രാഷ്ട്രത്തിന്റെ സർവാംഗീണമായ ഉന്നതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അമ്മേ ഭാരതമാതാവെ നിന്റെ കാൽക്കല് ഞാൻ വീഴുന്നു, നമസ്കരിക്കുന്നു, അർപ്പിക്കുന്നു എന്നൊക്കെ നിരവധി തരത്തിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെയും പ്രതിജ്ഞയിലൂടെയും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അതില് നമ്മൾ സംഘത്തിന്റെ പ്രതിജ്ഞ എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ കാര്യകർത്താക്കള്, പ്രത്യേകിച്ച് സാധാരണഗതിയിൽ മുമ്പൊക്കെ തൃതീയ വർഷയ്ക്ക് പോകുന്നതിന് മുമ്പായിരുന്നു പ്രതിജ്ഞ ചെയ്തിരുന്നത്. ഇപ്പോ സംഘത്തിന്റെ ഒരു പ്രത്യേക ചുമതലാഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇപ്പോ പ്രതിജ്ഞ ചെയ്യിക്കാറുണ്ട്. അതിൽ ഹിന്ദു സമാജത്തിന്റെയും ഹിന്ദു ധർമ്മത്തിന്റെയും ഹിന്ദു രാഷ്ട്രത്തിന്റെയും സർവ്വതാംഗീണമായ ഉന്നതിക്കായി ഞാൻ ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഘടകമായി തീർന്നിരിക്കുന്നു എന്ന് പ്രതിജ്ഞയിൽ ഒരു വാചകമുണ്ട്. അപ്പോൾ ഹിന്ദു ധർമ്മത്തെയും ഹിന്ദു സമാജത്തെയും ഹിന്ദു സംസ്കാരത്തെയും, ഹിന്ദു ധർമ്മം, ഹിന്ദു സമാജം, ഹിന്ദു സംസ്കാരം, ഇതിനെ മൂന്നിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തകനാണ് സംഘപ്രവർത്തകൻ എന്നാണ് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത്. പ്രതിജ്ഞ നമ്മളുടെ ജീവിതത്തിൽ ഒരു തവണയേ നമ്മൾ ചെയ്യുള്ളൂ. സംഘകാര്യകർത്താവ് ഒറ്റത്തവണയേ ചെയ്യുള്ളൂ. പക്ഷെ ഇതേ പ്രതിജ്ഞയുടെ സൂക്ഷ്മാംശമാണ് നമ്മൾ നിത്യേന ചെല്ലുന്ന സംഘത്തിന്റെ പ്രാർത്ഥന. അത് നമ്മൾ വിശ്വവിഭാഗിലാകുമ്പോൾ നമ്മൾ വിശ്വപ്രാർത്ഥനയായിട്ട് ചെല്ലുന്നു. ഭാരതത്തിലിരിക്കുമ്പോൾ നമ്മൾ ഭാരതത്തിന്റെ പ്രാർത്ഥനയായിട്ട് നമ്മൾ സാധാരണ സംഘ പ്രാർത്ഥനയായിട്ട് ചെല്ലും. അപ്പൊ ഇതിലെ എല്ലാത്തിന്റെ ആന്തരികമായിട്ടുള്ള ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സമാജത്തിനെ നമ്മൾ സംരക്ഷിക്കണം, അതിന് ധാർമ്മികമായിട്ടുള്ള ഒരു ബലം കൊടുക്കണം, കരുത്ത് കൊടുക്കണം. അതിനുവേണ്ടി ധർമ്മത്തെ അതേപോലെ തന്നെ സംരക്ഷിക്കാൻ പാകത്തിനുള്ള സതുപകരണമായിട്ട് മാറണം എന്ന് നമ്മൾ പറയും. നമ്മൾ നല്ല പുഷ്പമാണല്ലോ ഭഗവാന്റെ കാൽക്കൽ വീഴ്ത്തുക എന്ന് നമ്മൾ പറയില്ല. അത് തന്നെയാണ് ഭാരതാംബയ്ക്ക് മുന്നിൽ നല്ലൊരു പുഷ്പം പോലെ സുഗന്ധമുള്ള ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ അർപ്പിക്കപ്പെടട്ടെ എന്നാണ് സംഘത്തിന്റെ ആ ആത്യന്തികമായ ഘടനയിലൂടെ നമ്മൾ വ്യക്തി നിർമ്മാണം എന്ന് നമ്മൾ പറയുമ്പോൾ ആത്യന്തികമായ അതിൻ്റെ ഒരു ദാർശനിക ഭാവം എന്ന് പറയുന്നതാണ്. ഞാൻ ഇത്തരം പറയാൻ കാരണം, ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഇത് ആത്യന്തികമായി ഗുണം ചെയ്യേണ്ടത് ആർക്കാണ് എന്നതാണ് ചോദ്യം. അത് സമൂഹത്തിനാണ്, അല്ലെങ്കിൽ ഈ ഇവിടുത്തെ സമാജത്തിനാണ്. ഇപ്പൊ ഭാരതത്തിന്റെ സമാജം അല്ലെങ്കിൽ ഭാരതത്തിന്റെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാതനധർമ്മ വിശ്വാസികളുടെ സമൂഹം എന്ന് സംഘം അടിയുറച്ച് യാതൊരു അർത്ഥശങ്കയും ഇല്ലാത്ത സംഘം അന്നും വിശ്വസിക്കുന്നു, ഇന്നും വിശ്വസിക്കുന്നു. സനാതനധർമ്മ വിശ്വാസികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ രാഷ്ട്രത്തെ അമ്മയായി കണ്ട്, ഈ ഭാരതമാതാവിനെ അമ്മയായി കണ്ട്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഭാരതമാതാവിന്റെ സർവാംഗീണമായ ഉന്നതിയോടുകൂടി വിശ്വശാന്തിക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. വിശ്വശാന്തി പ്രവർത്തകൻ നമ്മൾ നമ്മുടെ വിശ്വപ്രാർത്ഥനയെ ചെല്ലുന്നത് കൊണ്ടിട്ടാണ്. വിശ്വമംഗള കാര്യത്തിനായിട്ട് വിശ്വശാന്തി പ്രവർത്തകരായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ലോകത്തിന് മുഴുവൻ വസുദൈവ കുടുംബകം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ദാർശനികമായ സങ്കല്പത്തെ പ്രായോഗിക തലത്തിൽ, പ്രാക്ടിക്കൽ സെൻസിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമാജത്തെ മുഴുവൻ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് പഞ്ചപരിവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രവർത്തനം. അതിന് സംഘത്തിന്റെ വളരെ കഴിഞ്ഞൊരു 10-15 വർഷം കൊണ്ട് സംഘം ഇതിന് മുന്നോടിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, സംഘം എപ്പോഴും ഒരു 25 വർഷം 30 വർഷത്തെ പ്ലാനിങ്ങിൽ പോകുന്ന ഒരു സംഘടന. നമ്മളുടെ അഖില ഭാരതീയ കാര്യകാര്യ മണ്ഡലിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ പ്രതിനിധി സഭയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ അതിലൊക്കെ പ്രമേയങ്ങളും ഒക്കെ പാസ്സാക്കും. അപ്പൊ ആ സമയത്തൊക്കെ നമ്മളൊരു 10 വർഷം മുമ്പൊക്കെ, ഞാൻ പ്രചാരകായിരുന്ന സമയത്തൊക്കെ മുതലേ നമ്മൾ പലതും നമ്മൾ ഇതിനെ എഴുതി നോട്ട് ചെയ്തൊക്കെ വെക്കുകയായിരുന്നു. അപ്പോൾ 10 വർഷം മുമ്പൊക്കെ ചിന്തിച്ച പല പ്രമേയങ്ങളും പല കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്ന് വളരെ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര മുന്നേ സംഘം ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് പല കാര്യങ്ങളും ചെയ്തതെന്ന് നമുക്ക് അത്ഭുതം തോന്നും. കാശ്മീരത്തിന്റെ കാര്യം ഉൾപ്പെടെ, നമ്മളുടെ നോർത്ത് ഈസ്റ്റ് മേഖലയുടെ കാര്യം ഉൾപ്പെടെ, കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയുടെ കാര്യം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ, ഭാഷ, അതേപോലെ തന്നെ നമ്മളുടെ ഈ മറ്റു തരത്തിലുള്ള ജാതി പ്രശ്നങ്ങൾ, ഇതെല്ലാം സംഘത്തിന്റെ അഖില ഭാരതീയ തലത്തിലെ പ്രമേയങ്ങളിലൂടെയൊക്കെ സംഘം കാലാകാലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പാകത്തുകയാണ് അതാത് വർഷത്തെ വിജയദശമി ബൗദ്ധിക്കില് പരംപൂജനീയ സർസംഘചാലകൻ നടത്താറുള്ളത്.
ഒരു 4 വർഷം തുടർച്ചയായിട്ട് ഒരേ വിഷയം തന്നെ സംസാരിക്കും. അങ്ങനത്തെ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ അതില് ഈ സംഘം കഴിഞ്ഞൊരു 15 വർഷം കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത ഗതിവിധി പ്രവർത്തനങ്ങളുണ്ട്. അതായത് സംഘത്തിന്റെ സാധാരണഗതിയിലുള്ള ശാഖാ പ്രവർത്തനം, സംഘത്തിന്റെ മണ്ഡലത്തിലുള്ള പ്രവർത്തനം, താലൂക്കിലെ പ്രവർത്തനം, ജില്ലാ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ സാമാന്യ പ്രവർത്തനങ്ങൾക്ക് അപ്പുറം സംഘം സമൂഹത്തിൽ എന്ത് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ശാഖയിലെ പ്രവർത്തകരെ സജ്ജരാക്കണം. അങ്ങനെ സജ്ജരാക്കണമെങ്കിൽ അവർ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കണം. അപ്പൊ അവരെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊരു ഗതിവിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ടിട്ടുള്ള ഗതിക്ക് അനുസാർ എന്താ പറയുക വികസിതമായ പ്രവർത്തനം, അതാണ് യഥാർത്ഥത്തിൽ ഗതിവിധി പ്രവർത്തനങ്ങൾ. അങ്ങനെ നമുക്ക് 6 ഗതിവിധി പ്രവർത്തനങ്ങൾ നമ്മൾ തീരുമാനിച്ചു. അതിനകത്ത് 3 ആദ്യത്തെ 3 എന്ന് പറയുന്നത് വ്യക്തിയും കുടുംബവും സമാജവും കൂടെ ചേർന്ന് ധാർമ്മികമായ കെട്ടുറപ്പോടുകൂടി ജീവിക്കണം എന്ന അർത്ഥത്തിലുള്ള 3 പ്രവർത്തനമാണ്. അതിലൊന്ന് ധർമ്മജാഗരണമാണ്, രണ്ടാമത്തത് കുടുംബ പ്രബോധനമാണ്, മൂന്നാമത്തത് സാമാജിക സമരസത എന്ന് പറയുന്ന പ്രവർത്തനമാണ്. ധർമ്മജാഗരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളുടെ കുടുംബവും വ്യക്തിയും എല്ലാവരും ഹൈന്ദവ ധർമ്മത്തിന് അനുകൂലമായി ജീവിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. ആരാധന, അനുഷ്ഠാനങ്ങളും വ്യക്തി ജീവിതത്തിലെ മറ്റ് നമ്മളുടെ ധാർമ്മികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. ഇങ്ങനെയുള്ള ചെയ്യുന്ന വ്യക്തികളുടെ കുടുംബം, ആ കുടുംബത്തിൽ നമുക്ക് കെട്ടുറപ്പുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കണം, ഒരുമിച്ച് ഭജന ചെല്ലാൻ സാധിക്കണം, ഒരുമിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ നടക്കണം എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യം. അതൊക്കെയാണ് ഈ കുടുംബ പ്രബോധനം എന്ന് പറഞ്ഞ വിഷയത്തിൽ വരും. അപ്പൊ ഇങ്ങനെയുള്ള ധാർമ്മികമായിട്ടുള്ള അടിത്തറയും അതേപോലെയുള്ള കുടുംബങ്ങളും, അങ്ങനെയുള്ള കുറെ കുടുംബങ്ങൾ ചേരുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ സമാജത്തിൽ എന്തുണ്ടാക്കണം, ജാതി മത വിദ്വേഷമില്ലാത്ത ഒരു സാമാജിക സാമരസ്യം ഉണ്ടാക്കണം, ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. അതാണ് സാമൂഹ്യ സമരസത എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ ഗതിവിധി പ്രവർത്തനം. ഇതിനൊക്കെ നമുക്ക് പ്രമുഖന്മാരുണ്ട്. അതായത് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അതിന്റെ പ്രമുഖന്മാരും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. വളരെ ആന്തരികമായിട്ട്, വളരെ എന്താ പറയണേ, ബഹളങ്ങളില്ലാതെ താഴെ തട്ടി നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. വളരെ സീനിയർ ആയിട്ടുള്ള കാര്യകർത്താക്കളെയാണ് അതിന്റെ ചുമതലകളിലേക്ക് കൊടുക്കുക. അതിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചേരുന്ന ഈ സമാജം അവരുടെ നിലനിൽപ്പ് എങ്ങനെയാണ്, സോഷ്യൽ ഇമ്പാക്റ്റ് എങ്ങനെയാണ്, അവരുടെ എക്കണോമിക്കൽ ഇമ്പാക്റ്റ് എങ്ങനെയാണ്. അതാണ് നമ്മളുടെ അടുത്ത 3 കാര്യം. അതിലൊന്നാണ് ഗ്രാമവികാസം എന്ന് പറയുന്ന പ്രവർത്തനം, മറ്റൊന്ന് ഗോസേവനം എന്ന് പറയുന്ന പ്രവർത്തനം, പിന്നെ ഒന്ന് പര്യാവരണം എന്ന് പറയുന്ന നമ്മളുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം. ഇത് 3 എന്ന് പറയുന്നത് ഒരു സമൂഹം എങ്ങനെ ഭാരതീയമായ ശൈലിയിൽ നിലനിൽക്കണം, ജീവിക്കുമ്പോൾ അവരെന്തൊക്കെ ചെയ്യണം, അവരുടെ നിത്യതൊഴിലിന്റെ കാര്യത്തിൽ, സ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ, അവരുടെ പരമ്പരാഗതമായ തൊഴിൽ കാര്യങ്ങൾ നഷ്ടപ്പെടുത്താതെ തന്നെ അവരുടെ ഗ്രാമത്തിനെ എങ്ങനെ വികസിപ്പിക്കാം, അതൊക്കെ ഗ്രാമവികാസത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ട്രെയിനിങ്ങുകൾ, ധാരാളം മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. പിന്നെ ഒന്ന് ഗോസേവ. അത് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഗോ ആധാരിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് കൃഷിയാവാം, മരുന്ന് നിർമ്മാണമാവാം, മറ്റു കാര്യങ്ങളാവാം, നാടൻ പശുക്കളുടെ കാര്യങ്ങളാവാം, അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. അത് വളരെ വിശാലമായ ഒരു പ്രവർത്തനമാണ്, നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ പ്രവർത്തനമാണ്. പക്ഷെ ഗ്രാമവികാസം നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും അത്ര പരിചയം ഉണ്ടാവുന്നില്ല. കാരണം അത് ധാരാളം ട്രെയിനിങ്ങുകളോടുകൂടി നടക്കുന്ന കൃഷി, ജൈവ കൃഷി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചേർന്ന് നടക്കുന്ന പ്രവർത്തനം. മറ്റൊന്ന് പരിസ്ഥിതി പ്രവർത്തനം. പരിസ്ഥിതി പ്രവർത്തനം നമുക്ക് 2019 മുതൽ ആരംഭിച്ച ഈ കൂട്ടത്തിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള പ്രവർത്തനമാണ്. പക്ഷെ ആ പ്രവർത്തനത്തിന് നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളുടെ 2 കാര്യങ്ങളാണ് റെഗുലർ നമ്മളുടെ കാര്യമുള്ളത്. ഒന്ന് ഹരിത ഗൃഹം എന്നുള്ള നമ്മളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഹരിത മിലൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഹരിത ഗൃഹം എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ 5-6 കാര്യങ്ങൾ ചെയ്ത് ആ വീട് എപ്പോഴും പരിസ്ഥിതി അനുകൂലമായിട്ട്, ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഇക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. സംഘം പറയുന്നത് ഇക്കോ ഫ്രണ്ട്ലി ആവണ്ട. ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ചിലപ്പോ ഒരു എന്താ പറയണ ഒരു ടേക്ക് ഫോർ ഗ്രാൻഡഡ് പോലെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ പോകും. അതിന് പകരം ഇക്കോ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ജൈവികമായ ബന്ധമാണ് പ്രകൃതിയോട് നമുക്ക് വേണ്ടത്. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ ഒരു സ്റ്റൈലല്ല നമുക്ക് വേണ്ടത്. ഒരു യൂറോപ്യൻ ചിന്താഗതി അല്ല നമുക്ക് വേണ്ടത്. ഭാരതീയമായ കൾച്ചർ അനുസരിച്ചിട്ട്, ഭാരതീയമായ സംസ്കാരം അനുസരിച്ച് പ്രകൃതി നമുക്ക് അമ്മയാണ്. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രാവിലെ ചെല്ലണം എന്നൊക്കെ പറയുമ്പോൾ, ഈ ഭൂമി മാതാവ് നമുക്ക് അമ്മയാണെന്ന് പറയുമ്പോൾ അമ്മയുടെ മുലപ്പാല് കഴിക്കുന്നതിന് തുല്യമാണ് ഭൂമിയിലെല്ലാം നമ്മൾ കഴിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ടാണ് നമുക്ക് വേണ്ടത് എന്നുള്ള സങ്കല്പമാണ്
പര്യാവരണ സംരക്ഷണ പ്രവർത്തനത്തിന്റെ സങ്കല്പം. ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ കാര്യങ്ങളൊക്കെ കൂടെ ചേരുന്നതിന്റെ ഒരു വലിയ ഒരു മാക്രോ കൺസെപ്റ്റ് ആണ് പഞ്ചപരിവർത്തനം എന്ന് പറയുന്നത്. അതായത് സമൂഹം എങ്ങനെ, അപ്പൊ സംഘപ്രവർത്തകർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സംഘപ്രവർത്തകർ, ഈ കാര്യങ്ങളൊക്കെ ശാഖകളിലെ ബാക്കിയുള്ളവരെ കൂടി തയ്യാറാക്കി ചെയ്യുന്ന സംഘപ്രവർത്തകർ വളരെ വിശാലമായി വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഗതിവിധി പ്രവർത്തനം. ഞാനൊക്കെ ഇതിന്റെ ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് 24 മണിക്കൂറും നമ്മളെങ്ങനെ ഫീൽഡിൽ നമുക്ക് ഇങ്ങനെ ഓടി നടക്കാൻ ധാരാളം പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, ധാരാളം പ്രോഗ്രാംസുകൾ നമ്മൾ നടത്തുന്നു, നമ്മൾ ധാരാളം പ്രൊജക്ടുകൾ ഏറ്റെടുത്ത് നടത്തുന്നു. അങ്ങനെ 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 ആ കാര്യങ്ങളിലൂടെ സംഘം എപ്പോഴും സമൂഹത്തിനകത്ത് അങ്ങനെ വ്യാപരിക്കാനായിട്ട് നമുക്ക് ഊർജം നൽകുന്ന ഒരു വലിയ പ്രവർത്തനമാണ് ഈ ഗതിവിധി പ്രവർത്തനം. അപ്പൊ ഈ പഞ്ചപരിവർത്തനത്തില് ഈ ഗതിവിധി പ്രവർത്തനത്തിലെ സാമൂഹ്യ സമരസത എന്ന് പറയുന്നതാണ് ആദ്യത്തെ വിഷയം. സോഷ്യൽ ഹാർമണി ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നമ്മൾ സ്ഥിരമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് സമൂഹത്തിൽ എല്ലാവരും ചെയ്യണം എന്നാണ് സംഘത്തിന്റെ ആഹ്വാനം. ഈ പഞ്ചപരിവർത്തന സംഘത്തിന്റെ ഒരു ആഹ്വാനമാണ് സമൂഹത്തോടുള്ളത്. ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം എന്നുള്ള ഒരു ആഹ്വാനമാണ്. അപ്പൊ ഒരു സോഷ്യൽ ഹാർമണി ഉണ്ടാക്കണം എന്നാണ് സംഘം ആദ്യമായിട്ട് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു വെക്കുന്നത്. അതിൽ ജാതി മത വർഗവർണ്ണ ചിന്തകളൊന്നും പാടില്ല എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്കൊരു ഇത് തോന്നും. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു കടുത്ത ജാതി മത വർഗീയ ചിന്തകളുള്ള സംസ്ഥാനമൊന്നും അല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ആന്തരികമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ പലയിടത്തും ഉണ്ട് പല പ്രശ്നങ്ങളും. കേരളത്തിന് പുറത്ത് വളരെ വ്യാപകമാണ്. അതുകൊണ്ടിട്ട് സംഘം വളരെ ഗൗരവപൂർവ്വമാണ്. കാരണം പലയിടത്തും ഇപ്പോഴും കുടിവെള്ളം പല ജാതികൾക്കും പരസ്പരം ഷെയർ ചെയ്യുന്ന സംവിധാനമില്ല. പൊതു ശ്മശാനം ഷെയർ ചെയ്യുന്ന സംവിധാനം മറ്റു സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇല്ല. പലയിടത്തും വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഒരു എന്താ പറയുക, അസഹിഷ്ണുത ഇപ്പോഴും പലയിടത്തും ആളുകളുണ്ട്. അത് ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്, മറ്റ് മതസ്ഥരുടെ ഇടയിലുണ്ട്. കേരളത്തില് നമ്മളുടെ നവോത്ഥാന നമ്മളുടെ മഹാപുരുഷന്മാര് ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയൊക്കെ അടങ്ങുന്ന മഹാപുരുഷന്മാരും ആദിശങ്കരന്റെ ആ ഒരു ധർമ്മബോധം ഒക്കെ അനുഗ്രഹിച്ചുകൊണ്ടായിരിക്കണം കേരളത്തിൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുമുണ്ട്. ചില വിഷയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത നമുക്ക് തോന്നും. പക്ഷെ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സോഷ്യൽ ഹാർമണി നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ. രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറമുള്ള ഒരു സോഷ്യൽ ഹാർമണിയാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിൽ സംഘം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. സംഘകാര്യകർത്താക്കള് മറ്റ് ഏത് രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിലും സംഘകാര്യകർത്താവിന് കയറി ചെല്ലാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഗുണം. അതൊക്കെ നമുക്കൊക്കെ പ്രചാരന്മാരെ അയക്കുന്ന സമയത്ത് പോലും നമുക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ ധാരാളമാണ്. അപ്പൊ അതാണ് വളരെ പ്രധാനപ്പെട്ട പഞ്ചപരിവർത്തനത്തിലെ ഫസ്റ്റ് ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം പഞ്ചപരിവർത്തനത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഗതിവിധി പ്രവർത്തനത്തിലെ പരിസ്ഥിതി സംബന്ധമായ നമ്മളുടെ ജീവിതം എന്നുള്ളതാണ്. അതില് ഭാരതത്തിലെ മൊത്തത്തിലും കേരളത്തിലെ വിശേഷിയ നമ്മളുടെ എന്താ പറയുക റിസോഴ്സുകൾ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് അടിയന്തരമായി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് വിഷയം. പ്രത്യേകിച്ച് ജലസംരക്ഷണം, ഊർജ സംരക്ഷണം, അതേപോലെ തന്നെ മനുഷ്യനെ പോലെ തന്നെ ജന്തുക്കളെയും സ്നേഹിക്കുക, പക്ഷിമൃഗാദികളെയൊക്കെ സ്നേഹിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യുക, വൃക്ഷങ്ങൾ പരമാവധി വെച്ചു പിടിപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുക, ഔഷധ സസ്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. ഈ വിഷയങ്ങളൊക്കെ കൂടെ ചേരുന്നതാണ് പഞ്ചപരിവർത്തനത്തിലെ രണ്ടാമത്തെ വിഷയമായിട്ടുള്ള നമ്മളുടെ പരിസ്ഥിതി സംരക്ഷണം. അതിൽ ഊന്നി ജീവിക്കണം. അതിൽ ഇപ്പോഴത്തെ നമ്മളുടെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള നമ്മളുടെ പോളിത്തീൻ ഉപയോഗം, അത് നമുക്ക് ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ്. ഒരു സർക്കാരിനോ ഭരണകൂടത്തിനോ ചെയ്യുന്നതിനപ്പുറമായിട്ട് വ്യക്തികൾക്കാണ് അതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റുക. നമ്മൾ കൈകൊണ്ട് തൊടുന്ന സാധനത്തിൽ പോളിത്തീൻ എന്ന് പറയുന്ന സാധനത്തിന്റെ അളവ് കുറച്ച് നമുക്ക് എത്ര കൊണ്ട് അതിനെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കി നമുക്ക് എങ്ങനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അതിനെ കുറിച്ചിട്ട് അങ്ങനെയാണ് പറയുക, നിയന്ത്രിച്ച് ഉപയോഗിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുക. അല്ലാണ്ട് പോളിത്തീൻ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അസാധ്യമായ കാര്യമാണ്. മറിച്ച് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പകരം നമ്മൾ നിയന്ത്രിച്ച് ഉപയോഗിക്കുക. നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ അതിനെ വേണ്ടെന്ന് വെക്കുക. അത് ആഘോഷങ്ങളിലാവാം, വ്യക്തി ജീവിതത്തിലാവാം, മറ്റു കാര്യങ്ങളിലാവാം. അതിനെ കുറിച്ചിട്ട് ചിന്തിക്കണം എന്നുള്ളതാണ് അതിന്റെ പര്യാവരണ വിഷയം, പരിസ്ഥിതി വിഷയം.
പഞ്ചപരിവർത്തനത്തിലെ 5 കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഗതിവിധി പ്രവർത്തനത്തിലെ കുടുംബ പ്രബോധനം എന്ന് പറയുന്നത് നമ്മുടെ വിഷയമാണ്. കുടുംബത്തിൽ ധർമ്മബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ പ്രഭാത പ്രദോഷ സന്ധ്യാവന്ദനങ്ങൾ നിർബന്ധമാണ്. അത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ സാഹചര്യങ്ങൾ നമുക്കത് വീഴ്ചയില്ലാതെ ചെയ്യാൻ പറ്റും, അത് നമ്മളെല്ലാവരും അതാത് വീടിന്റെ പരിമിതികൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് യുക്തിസഹമായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ നമ്മൾ ശരിയാവുക, നമ്മളുടെ പുതിയ തലമുറയെ അതിനു വേണ്ടിയിട്ട് പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നമ്മളെ ധർമ്മഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ആഭിമുഖ്യം, നമ്മളെ ധർമ്മ ഗുരുക്കന്മാരെ കുറിച്ചിട്ടുള്ള പഠനം, ഈ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം എന്നതും കുടുംബ പ്രബോധനത്തിന്റെ അകത്ത് വരുന്ന ഒരു കാര്യമാണ്. പഞ്ചപരിവർത്തനത്തിലെ 3 വിഷയങ്ങളായി 4ാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഭാരതീയനായി ജീവിക്കുമ്പോൾ പ്രവാസി എന്നുള്ള നിലയിൽ നമുക്ക് ഈ വിഷയത്തിൽ നമ്മളുടേതായ ധാരാളം പരിമിതികളുണ്ട്. പക്ഷെ ഭാരതീയനായിട്ട് ജീവിക്കുമ്പോൾ, ഭാരതത്തിലിരുന്ന് ചിന്തിക്കുമ്പോൾ സ്വദേശി ഈ സ്വഭാവത്തോടുകൂടി ജീവിക്കാൻ, അതിന്റെ ഏറ്റവും നൂതനമായ നമ്മളുടെ വളരെ എന്താ പറയാ വിജയിച്ച നമ്മളുടെ ഒരു ഫോർമുലയാണ് ആത്മനിർഭർ ഭാരതം എന്ന് പറയുന്നത്. ഇന്ന് ഭാരതം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മളുടേതായ റിസോഴ്സുകളെ നമ്മളുടേതായ രീതിയിൽ നമുക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുകയും അതിന്റെ ഒരു വ്യാപനം നടത്തുക, വിപുലീകരണം നടത്തുക, അതിലൂടെ ഒരു സമ്പൽ സമൃദ്ധമായ ഭാരതം സൃഷ്ടിക്കുക. അത് ഭാരതത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതാണ് വിഷയം. അപ്പൊ അതാണ് സ്വദേശി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്വദേശി ചിന്തയിൽ തന്നെ വരുന്നതാണ് സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മംഗളം, അവരുടെ ക്ഷേമം, അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യണം. അതിന്റെ കുറെ ഭാഗങ്ങൾ മറ്റേ സാമൂഹ്യ നീതി വിഷയത്തിൽ വരുന്നതാണ്. സാമൂഹ്യക്ഷേമം എന്നുള്ള വിഷയത്തിൽ നിർധനരായിട്ടുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ, വിവാഹ കാര്യങ്ങളുടെ സഹായിക്കുന്ന കാര്യത്തിൽ, ആളുകളുടെ ജനനം മുതൽ മരണം വരെയുള്ള ഏത് കാര്യത്തിലും ഇടപെടുന്ന കാര്യത്തിൽ, അങ്ങനെ വളരെ സാമൂഹ്യമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്ന സമൂഹമായിട്ട് നമ്മൾ മാറണം. അതിൽ ഒരു സ്വദേശി ഭാവം അതിനകത്തും വരുന്നു എന്നുള്ളത് നമ്മൾ, അതായത് പാശ്ചാത്യ ചിന്തയും പൗരസ്ത്യ ചിന്തയും തമ്മിലുള്ള ഒരു വേർതിരിവ് വേണം എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം പൗരസ്ത്യ ചിന്തയിലാണ്, നമ്മളുടെ ഭാരതീയ കാഴ്ചപ്പാടിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവരും നമ്മൾ ആത്മവത് സർവഭൂതേഷു എന്നുള്ള നമ്മളുടെ സങ്കല്പം അതിലാണ്. അപ്പൊ എല്ലാവരും ഈശ്വരന്റെ സന്തതികളാണ്, നമ്മളുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലുള്ളവരെ ഈശ്വരനാണെന്ന് ചിന്തിക്കുമ്പോഴാണ് മാനവസേവ, മാധവസേവ, നരസേവ, നാരായണ സേവ എന്നൊക്കെയുള്ള സന്ദേശമൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ധാർമ്മികമായിട്ടും പാരിസ്ഥിതികമായിട്ടും സാമൂഹ്യമായിട്ടും ജീവിക്കുന്ന ആളുകൾ എല്ലാം കൂടി ചേരുമ്പോൾ അവരുടെ കൂട്ടത്തിലെ ഓരോ വ്യക്തിക്കും ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് പൗരധർമ്മം എന്ന് പറയുന്ന 5ാമത്തെ വിഷയമാണ്. പൗരധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ പറയണ, നാടിന്റെ നിയമങ്ങൾക്കും നീതിക്കും അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള കാര്യത്തിൽ അണുവിട നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അല്ലാതെ സ്വന്തം കാര്യം വരുന്ന സമയത്ത് നമ്മൾ സൂത്രങ്ങൾ ചെയ്യുകയും സ്വന്തം കാര്യം നേടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുകയും സ്വന്തം കാര്യം നേടാൻ വേണ്ടി അഴിമതിക്കാരനാവുകയും ചെയ്യുന്നതിന് പകരം മൊത്തം സമൂഹത്തെ നേർവഴിക്ക് നയിക്കാനായിട്ട് നമ്മൾ ധർമ്മനിഷ്ഠനായ പൗരനായിട്ട് മാറണം, പൗരനായിട്ട് മാറണം എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജനകീയ ആസൂത്രണ പദ്ധതി എന്ന് പറയുന്നത് നമ്മളൊക്കെ പലരും കേട്ട് മറന്നുപോയിട്ടുള്ളൊരു സംഭവമാണ്. വ്യാപകമായി കേരളത്തിൽ മാറ്റത്തിന്റെ ഒരു ഭയങ്കരമായ സംഭവം കൊണ്ടുവന്ന് EMS ഉള്ള സമയത്ത് കൊണ്ടുവന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നൊരു സംഭവമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങളൊക്കെ പ്രചാരകന്മാര് എന്നുള്ള നിലയിലും കാര്യകർത്താക്കൾ എന്ന നിലയിലും പരമേശ്വർജിയുടെ ഒരു കേരളത്തിന്റെ 3 കേന്ദ്രങ്ങളിലായിട്ട് പരമേശ്വർജിയുടെ ഒരു ഉദ്ബോധന പ്രഭാഷണം ഉണ്ടായി. എന്താണ് ജനകീയാസൂത്രണ പദ്ധതി, സംഘം എങ്ങനെ അതിനോട് പ്രതികരിക്കണം. അപ്പൊ പലരും അതിനെയൊക്കെ തുടക്കത്തിലൊക്കെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്താ പറയുക ഉടായ്പ പരിപാടികളാണ്, തട്ടിപ്പാണ്, അവർക്ക് താഴെത്തട്ടില് ഭരണം പിടിക്കാനുള്ള സംവിധാനം എന്നൊക്കെ പറഞ്ഞ് അതിനെ നമ്മൾ ശക്തമായി എതിർക്കുകയാണ് വേണ്ടത്. അപ്പൊ അന്ന് പരമേശ്വർജി പറഞ്ഞൊരു കാര്യമുണ്ട്, ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഭാരതത്തിന്റെ ഒരു കൺസെപ്റ്റ്
അത് ധാർമ്മിക അടിത്തറയിലുള്ള ഗ്രാമങ്ങളുടെ കൺസെപ്റ്റാണ്. അതാക്കി ജനകീയ ആസൂത്രണ പദ്ധതിയെ നമ്മുടേതാക്കി മാറ്റണം എന്ന് പരമേശ്വർജി വാക്ക് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ സംഘപ്രവർത്തകർ ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് ജനകീയാസൂത്രണ പദ്ധതിയിൽ നമ്മൾ ഈ ഓരോ സ്ഥലത്തും നമ്മൾ ഈ ഗ്രാമസഭകൾ ചെയ്യും. അതിൻ്റെ ഒരു സിസ്റ്റമായിരുന്നു. അങ്ങനെ ചേരുന്ന സമയത്ത് നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മളുടെ അധ്യാപകര്, അഭിഭാഷകന്മാര്, എഞ്ചിനീയർമാര്, റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാര്, ഇങ്ങനെ നമ്മൾ തള്ളിക്കയറി മിക്കവാറും പല സ്ഥലങ്ങളിലും നമ്മൾ അതിൻ്റെ ക്ലസ്റ്റർ പ്രമുഖന്മാരായിട്ടും ട്രെയിനിങ് പ്രമുഖന്മാരായിട്ടും ഒക്കെ നമ്മൾ, കാരണം അതിനകത്തൊക്കെ നമ്മളെ മാറ്റി നിർത്താൻ പറ്റാത്ത തരത്തിലേക്ക്, കാരണം സംഘത്തിന്റെ കാര്യകർത്താക്കൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇതേപോലെ പല പല ഗുണങ്ങളുള്ള കാര്യകർത്താക്കൾ ചെല്ലുമ്പോൾ ആ മൊത്തം ടീമിൽ അത് ഗുണമാണെന്ന് പറയാതെ തന്നെ സമ്മതിക്കേണ്ടി വന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്നുള്ളതാണ്. പിന്നീട് അത് എന്താ പറയുക, അവർക്കും തന്നെ കൈകിട്ടു എന്നുള്ള അവസ്ഥ വന്നു. കാരണം ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യാൻ തുടങ്ങി, അഴിമതി നടക്കാതെ വരാൻ തുടങ്ങി, റോഡ് നിർമ്മാണം അടക്കം അതിന്റെ മെറ്റലിന്റെയും ചരലിന്റെയും കണക്ക് വരെ ജനങ്ങൾ എഴുതി വെച്ച് തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് രാഷ്ട്രീയക്കാർ അത് പിന്നെ പതുക്കെ പതുക്കെ സൗകര്യപൂർവ്വം മാറുന്നത്. ഞാൻ പറയുന്നത് പൗരധർമ്മത്തിന്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് പരമേശ്വർജി പറഞ്ഞ ആ വാക്കുകളിലൂടെ സംഘപ്രസ്ഥാനം എത്ര ആഴത്തിലാണ് സാമൂഹ്യ വിഷയങ്ങളെ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതിന്റെ വളരെ ഉദാത്തമായൊരു നിദർശനമാണ് ശരിക്കും അന്ന് ഞങ്ങൾക്കൊക്കെ കിട്ടിയ ഒരു മാർഗദർശനം. അപ്പോ പൗരധർമ്മ സമൂഹ നന്മയ്ക്കായി എല്ലാ കാര്യത്തിലും നീതിയുക്തമായ വ്യക്തികളായിട്ട് മാറണം. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് ഈ പഞ്ചപരിവർത്തനം എന്നുള്ള ഒരു വിഷയം. പക്ഷെ ഈ 5 കാര്യങ്ങളുടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അംശം സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഗതിവിധി പ്രവർത്തനത്തിലൂടെ സംഘം കഴിഞ്ഞ് 20 വർഷമായിട്ട് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിരസകരമായ ഒരു കാര്യം. സമൂഹത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സർസംഘചാലക് കഴിഞ്ഞ ഒരു വർഷം മുതൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് അത് ഇനി അടുത്തൊരു 5 വർഷത്തേക്ക് തുടർച്ചയായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ വളരെ വ്യാപകമായിട്ടുള്ള എഫക്റ്റ് കാര്യമായിട്ടുണ്ടാവും. ഇപ്പൊ ശതാബ്ദി പ്രമാണിച്ച് തന്നെ നമ്മൾ ധാരാളം ഗ്രാമങ്ങളിൽ നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെടുകയും സേവാഭാരതിയുടെ പ്രവർത്തനം, ഗ്രാമവികാസത്തിന്റെ പ്രവർത്തനം, ഗോസംരക്ഷണത്തിന്റെ പ്രവർത്തനം, സന്യാസി സമൂഹത്തിന്റെ പ്രവർത്തനം ഒക്കെ ആയിട്ട് നമ്മൾ വളരെയധികം മുന്നേറ്റത്തിലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭാരതിയുടെ പ്രവർത്തനത്തിലൂടെ, ഏകല വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തിലൂടെ, ഇപ്പൊ നോർത്ത് ഈസ്റ്റിനെയൊക്കെ നമ്മൾ മാറ്റിമറിച്ചത് മുഴുവൻ നമ്മളുടേതായ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭാരതിയുടെയും വനവാസി കല്യാണാശ്രമത്തിന്റെയും പ്രവർത്തനത്തിലൂടെയാണ്. ഇന്നിപ്പോ ഭരണമാറ്റം അടക്കം നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ അടിസ്ഥാനപരമായ സംഘപ്രവർത്തനം 40-45 വർഷം മുമ്പേ തന്നെ നടത്തി നമ്മൾ സമൂഹത്തെ പരുവപ്പെടുത്തിയതിന്റെ മാറ്റമാണ് ഈ കാര്യത്തിലൊക്കെ ഉണ്ടായത്. ഈവൻ ശ്രീലങ്കയിൽ പോലും നേപ്പാളിൽ പോലും സംഘത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞൊരു 30-40 വർഷമായിട്ട് നടക്കുന്നതിന്റെ മാറ്റമാണ് ധാർമ്മികമായ കാര്യത്തില് ആ രാജ്യങ്ങൾ തകർന്നു പോകാതിരിക്കാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സംഘം എവിടെയും പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നു. വളരെ വിശാലമായ ഒരു വിഷയമാണിത്. അതിലെ നമ്മൾ ഓരോ ഘട്ടമായിട്ട് നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ, വിവിധ പരിപാടികൾ, ചർച്ചകൾ, സംവാദങ്ങളൊക്കെ നടന്നാണ് ഈ ഒരു രൂപത്തിലേക്ക് ഇതിനെ സർസംഘചാലക് കൊണ്ടുവന്നത്. ഇതിന്റെ ഒരു ഇന്റർനാഷണൽ വാല്യൂ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ് 2 വർഷം മുമ്പ് അന്താരാഷ്ട്ര പരിസ്ഥിതി സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ നമ്മളുടെ മോദിജി ലോകത്തിന് മുമ്പിൽ വെച്ച ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്. ലൈഫ് എന്ന് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ്. ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതായത് ഭാരതം ലോകത്തിന് മുന്നിൽ അന്ന് വെച്ചത്, കാരണം ഈ സൗരോർജ വിഷയം അതുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട കാര്യത്തിൽ ഭാരതത്തിന്റെ മുന്നേറ്റം ഭാരതം അവതരിപ്പിച്ചപ്പോൾ അതിന് മുന്നിൽ വെച്ച വിഷയം ഇത് തന്നെയാണ്. ഈ പഞ്ചപരിവർത്തനത്തിൽ നമ്മളുടെ ഈ പരിസ്ഥിതി വിഷയം തന്നെയാണ് നരേന്ദ്രമോദിജി ലോകത്തിന് മുന്നിൽ ലൈഫ് എന്ന് വെച്ചത്. അതിനകത്ത് ഓരോ വാക്കിനും അതിൻ്റെതായ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, എക്സ്പാൻഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡെമോക്രാറ്റൈസിങ് ദ ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ അതായത് നമ്മൾ പരിസ്ഥിതി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ
ഏതെങ്കിലും ഒരു ഭരണകൂടം ചെയ്യുക എന്നുള്ളതല്ല, ഓരോ വ്യക്തിയും ചെയ്യണം എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാടാണ് നമ്മൾ വസുധൈവ കുടുംബകം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഭാരതം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ജനങ്ങള് ഇക്കോ ബോണ്ടഡ് ആയിട്ട് ജീവിക്കണം. നമ്മുടെ സങ്കല്പം അതാണ്. പ്രകൃതി അമ്മയാണ് എന്നുള്ള സങ്കല്പത്തോടു കൂടി ജീവിക്കണം. അപ്പൊ നമുക്ക് ഒന്നിനെ നശിപ്പിക്കാൻ തോന്നില്ല, ചൂഷണം ചെയ്യാൻ തോന്നില്ല എന്നുള്ള സങ്കല്പം അതോടുകൂടി തന്നെ വന്നതാണ്. മറ്റൊന്ന്, നമ്മൾ 3 ഇംഗ്ലീഷ് അക്ഷരത്തിൽ 6 3 Rsനെ കുറിച്ച് നമ്മൾ പറയും. റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്ന് പറയും. അതായത് അത് യൂറോപ്പിലൊക്കെ വളരെ വ്യാപകമായിട്ട് ചെയ്യുന്ന കാര്യം. നമ്മളെ സംബന്ധിച്ച് അത് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഭാരതത്തിൽ പക്ഷെ ആ കാര്യം ഇപ്പോഴും അതിന്റെ ഒരു ശൈശവ ദശയിലാണ്. നമ്മൾ എന്താണ് മഹാത്മാഗാന്ധി പറയാറില്ലേ, മനുഷ്യന്റെ ആർത്തിക്കുള്ളതല്ല ഭൂമിയിലുള്ളത്, ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഉപഭോഗ സംസ്കാരം കുറച്ച് കൊണ്ടുവരിക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പ്രകൃതിയിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾക്കൊരു സാധനം എത്ര കാലം ഉപയോഗിക്കാൻ പറ്റുമോ റീയൂസ് ചെയ്യുക. അങ്ങനെ തന്നെ അതിന് പല പല രൂപത്തിൽ റീയൂസ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, അതും സാധിക്കാതെ വരുന്ന സമയത്ത് അതിനെ റീസൈക്കിൾ ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ ഈ എൻവയോൺമെന്റൽ കൺസെപ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട സങ്കല്പമാണ്. അതും നമ്മൾ ഭാരതം കുറേം കൂടെ ശക്തമായിട്ട് മുന്നോട്ട് വെച്ചു. കളക്റ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ വേണം. അത് വ്യക്തിയും അവരുടെ കുടുംബവും ചുറ്റുമുള്ള ആളുകളും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ആ കാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മൾ മുന്നോട്ട് വെച്ചു. മറ്റൊരു കാര്യം, 21 ദിവസം തുടർച്ചയായിട്ട്, അത് നമ്മളുടെ ഒരു ഭാരതീയമായ ഒരു കാഴ്ചപ്പാട് കൂടിയാണ്. നമ്മൾ പറയും 21 ദിവസം തുടർച്ചയായിട്ട് ഒരു കാര്യം ചെയ്താൽ നമ്മുടെ ഹാബിറ്റായിട്ട് മാറും എന്ന് പറയുന്ന പോലെ, ഈ പരിസ്ഥിതി സംരക്ഷണം ആയിക്കോട്ടെ, ധാർമ്മിക പ്രവർത്തനം ആയിക്കോട്ടെ, എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഒരു സാധനയിലൂടെ നമുക്ക് ഈ ശീലങ്ങൾ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് കുട്ടികളെ അടക്കം നമുക്കത് പരിശീലിപ്പിക്കാനായിട്ട് സാധിക്കണം എന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് നമ്മളുടെ ഈ പഞ്ചപരിവർത്തനം എന്നുള്ളൊരു സങ്കല്പം. ഭാരതത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാട്, സംഘത്തിന്റെ ഒരു ധാർമ്മികമായ പ്രവർത്തനത്തിന്റെ ഈ കാഴ്ചപ്പാട് ലോകം മുഴുവൻ എത്തിക്കാനായിട്ടുള്ള പരിശ്രമത്തിൽ നമ്മളൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ പങ്കാളികളാണ് എന്നുള്ളതിൽ നമുക്കൊക്കെ ഒരു സന്തോഷിക്കാം. ഈശ്വരാനുഗ്രഹത്തിൽ നമുക്കത് ദീർഘകാലം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നമസ്തേ. നമസ്കാരം. നല്ലൊരു വിഷയമാണ്. ഇതിനെക്കുറിച്ച് ചർച്ച നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് വേറെ ദിവസത്തേക്ക് ചർച്ചയായിട്ടാണ്. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ചോദിക്കാണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. ദീർഘമായിട്ടുള്ള ചർച്ചയ്ക്ക് സമയമില്ല. എങ്കിലും എന്തെങ്കിലും ഇതിന് സംശയ നിവാരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയം കളയാതിരിക്കാൻ പെട്ടെന്നൊരു കാര്യം ചോദിക്കാം. സംശയമല്ല, നമ്മളെ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട് OMUK. അടുത്ത ഒരു ബൈടെക്കിലോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ നമുക്കിരുന്ന് നമ്മൾ അടുത്തൊരു വർഷം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാലഘട്ടം വെച്ചിട്ട്, ഒരു കാലം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നൊന്ന് ആലോചിച്ച് നമ്മളെല്ലാവരും അത് ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും. ഇത്രയും സംസാരിച്ചതിന് നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരുമാണ്, വ്യക്തികളാണ് ചെയ്യേണ്ടത്. നമുക്കൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി പോലെ, ഇൻഡിവിജ്വൽ. അപ്പം നമുക്കൊരു മാർഗനിർദ്ദേശം കിട്ടും. അതായത് നമ്മൾ സ്വയം തീരുമാനിച്ച് ഓരോരുത്തർ ചെയ്യുകയാണെങ്കിൽ കുറവുകളും കുറ്റങ്ങളൊക്കെ കാണും. എനിക്കുള്ള അറിവ് ഇപ്പം രാജേഷേട്ടനുള്ള അറിവ് എനിക്കില്ല, അല്ലെങ്കിൽ സുരേഷേട്ടനുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പം അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി പോലെ അടുത്തൊരു വർഷത്തേക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? ഇപ്പം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റുമോ? അത് നല്ല ഒരു കാര്യമല്ലേ എന്നുള്ളതാണ്. അത് മാത്രമാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഉദ്ദേശിച്ചത് മനസ്സിലായി. അതിനാണ് നമ്മളുടെ വിവിധ ആക്ഷനുകൾ നമുക്ക് ഇതൊരു പ്രവർത്തനം എന്നുള്ള നിലയിൽ നമ്മളിതിനിപ്പം വ്യത്യസ്തമായെന്ന് ചർച്ച ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ എല്ലാ പ്രവർത്തനവും നമ്മൾ സംസാരിച്ച കാര്യങ്ങളും ഈ ബൗദ്ധിക കിട്ടിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് ആത്യന്തികമായിട്ട് നമ്മൾ നടത്തുന്ന ഓരോ പ്രവർത്തനവും ഈ ലക്ഷ്യങ്ങൾ മുന്നിൽ നിർത്തി ആണ്. അപ്പോൾ
നമ്മൾ ഇപ്പോൾ ഓം യു കെ ഏകദേശം നമ്മൾ 8 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇത്തരം ലക്ഷ്യങ്ങളെ ഇത് ചെയ്ത് വെച്ചിട്ടാണ്. പക്ഷെ അശോക് ജി പറഞ്ഞ ആ കാര്യം അത് ഇതിനെ ഊന്നിക്കൊണ്ട്, ഈ വിഷയത്തെ ഊന്നിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കാര്യകാരിയിലോ അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിലോ ചർച്ച ചെയ്യാം. നമ്മുടെ ഓമിയോക്കെ ആക്ടിവിറ്റിയിൽ എല്ലാവരും പങ്കെടുക്കാറില്ലല്ലോ. ഇത് എല്ലാവരും കൂടി ഒരു കാര്യം, അങ്ങനെ 1-2 കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്ന രീതി. അതായത് ഇപ്പൊ ചിതഗ്നിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവര് ചിലപ്പോൾ സേവാ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഒരു നമ്മുടെ ഈ സാധന പോലെ 21 ദിവസം എന്ന് പറഞ്ഞ പോലെ ഒരു 3 മാസത്തേക്കോ നമ്മളെല്ലാവരും ആ ആക്ടിവിറ്റി ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ ശാഖ പോലും നമ്മൾ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, 42 പേരുണ്ട്. അതൊരു വിജയമാണോ വെച്ചാൽ വിജയമല്ല, പക്ഷെ പരാജയമല്ല. കാരണം വെച്ചാൽ 42 പേര് എത്തുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് UK പോലൊരു പരിസ്ഥിതിയിൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയുള്ള പ്രയത്നം തന്നെയാണ്. ഇപ്പൊ ചിതജ്ഞന പ്രവർത്തനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അധ്യാത്മ സമുദ്ര പ്രവർത്തനം ആയിക്കോട്ടെ, ബാലഭാരതി എല്ലാവരും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. കാരണം ബാലഭാരതിയിൽ നമുക്ക് കൂടുതൽ വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട്, ചിതഗ്നിയിൽ നമുക്ക് കൂടുതൽ വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട്. ഇതെല്ലാം എല്ലാവരും കൂടെ ചെയ്യുന്ന പ്രവർത്തനമാണ്. 21 ദിവസം അതിൽ ഇന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിൽ അത് നമുക്ക് ഈ പറഞ്ഞോണം കാര്യമായെല്ലാം ആലോചിച്ചിട്ട് എന്താണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് റിപ്പീറ്റഡ്ലി 21 ഡേയ്സ് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അത് കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിക്കാന്നുള്ളത്. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. സുരേഷിയുടെ അടുത്ത ശാഖയുടെ വ്യവസ്ഥ നമുക്ക് അത് ചെയ്യാം. അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒരു കാര്യം ഒരു സൂചനയായിട്ട് പറയാവുന്നത്, ഈ പഞ്ചപരിവർത്തനം എന്ന് പറയുന്ന വിഷയത്തില് സംഘം ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകം ഇപ്പോ കുരുക്ഷേത്ര അത് ഇറക്കി കഴിഞ്ഞു. അപ്പോ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ നമുക്ക് ആ പുസ്തകം എന്താ പറയണേ, നമ്മളെ കാര്യകർത്താക്കൾക്ക് ആരുടെങ്കിലും കയ്യിലൊക്കെ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. വളരെ വിശദമായിട്ട് അതിൽ പല പല ആളുകൾ ഈ ഓരോ വിഷയങ്ങളും വളരെ വിശദമായിട്ട് എഴുതി പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. ഒരു കാര്യം, നമസ്കാരം ചേട്ടാ. പുസ്തകം ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അടുത്ത മാസം വീണ്ടും നാട്ടിൽ പോകുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്ന് പറയുവാണെങ്കിൽ, വളരെ ചെറിയ ബുക്കാണ്, ഏകദേശം 70-80 പേജേ ഉള്ളൂ. ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ കൂടുതൽ കോപ്പി കൊണ്ടുവരാം. കണക്ട് ചെയ്താൽ മതി. നേരിട്ട് അല്ല, നമ്മളുടെ ശ്രീജിത് ജി ഗ്രൂപ്പിലുണ്ടോ? നമ്മുടെ പ്രചാർ മാഞ്ചസ്റ്റർ ഗ്രൂപ്പിലുണ്ട്. അപ്പോ കിരൺജി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതൊന്ന് കോർഡിനേറ്റ് ചെയ്യൂ. എന്റെ ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് ആർക്കൊക്കെ വേണം എന്നുള്ളത് ആലോചിച്ചിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇപ്പൊ പൈസ നിശ്ചയിക്കണ്ട. ഇവിടെ വന്നിട്ട് അതിന് ശേഷമുള്ള ട്രാൻസ്പോർട്ട് എക്സ്പെൻസും കൂടെ വെച്ചിട്ടുള്ള ഒരു ക്യാഷ് കണക്കാക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം എല്ലാവരും. ചേട്ടാ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലോജിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞ പോലെയാണ്. നല്ല ടൈറ്റ് ആണ് ലോജിസ്റ്റിക്സ്. എക്സ്പെൻസീവ് റേറ്റ് അല്ല, കിരൺജി നാട്ടിൽ പോകുന്നുണ്ട്. ഡിലേ ആണ് വന്നിരിക്കുന്നത്. ഇതൊന്ന് ഈ യുദ്ധത്തിന്റെ സംഭവം കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് നമുക്ക് നാട്ടില് പോകുന്നുണ്ട്, കൊണ്ടുവന്നോളൂ. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് സൗണ്ട്, അത് കാരണം. ഓക്കെ, സംസാരിക്കാം. അതായത് വേറെ ഒന്നുമില്ല, കിരൺജി നാട്ടിൽ പോകുന്നുണ്ട്. അദ്ദേഹം കുറച്ച് വേണേ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഓർഡർ എടുത്തിട്ട് എത്ര ഉണ്ടാവും നോക്കിയിട്ട് ആലോചിക്കാം. ചേട്ടാ, ഇത് വളരെ ചെറിയ ബുക്കാണ്. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ ഞാൻ കൊണ്ടുവരാം, കുഴപ്പമില്ല. നമുക്ക് നോക്കാം. അപ്പൊ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ആധ്യാത്മിക സമിതിയുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. വിഷു സത്സംഗം വരുന്നുണ്ട് ഏപ്രിൽ 18-ാം തീയതി. നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ ശാഖയിൽ വരുന്ന എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. നേരത്തെ സുഭാഷ് ഞാൻ ഇടയിൽ സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മളെ വിവിധ ക്ഷേത്രങ്ങൾ ഒരുപാട് പ്രവർത്തനം നടക്കും. ആധ്യാത്മിക സമിതിയുണ്ട്, ബാലഭാരതി ഉണ്ട്, അതുപോലെ പ്രചാര വിഭാഗമുണ്ട്. പല മേഖലകളിലായിട്ട് നമുക്ക് ഈ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതില് നമ്മളിപ്പോ ശരിക്ക് ആധ്യാത്മിക സമിതിയുടെ പ്രോഗ്രാമാണ് വരുന്നത്. അത് ഏപ്രിൽ 18-ാം തീയതിയാണ്. ഈ 18-ാം തീയതി ഒന്ന് കിരൺജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ, എന്താണ് പരിപാടിയുടെ ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊന്നും. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വർഷം രാമായണ മാസത്തോടു കൂടിയാണ് ആധ്യാത്മിക സമിതി എന്നുള്ള പേരിലല്ലെങ്കിലും ആ ഒരു കൂട്ടായ്മ തുടങ്ങിയത്. രാമായണ മാസം നമ്മൾ കഴിഞ്ഞ വർഷം 31 ദിവസം നടത്തി ഓൺലൈനിൽ. അതേപോലെ അതിനുശേഷം നവരാത്രി, പിന്നെ മണ്ഡലകാലം, അങ്ങനെ
ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ട് നടന്നു വരുന്നു. അപ്പോൾ ഈ വർഷം തൊട്ട് നമ്മൾ മാസത്തിൽ ഒരു സത്സംഗം എന്നുള്ള രീതിയിൽ നിശ്ചയിച്ച് ഇപ്പം കഴിഞ്ഞ 3 മാസമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം വരുന്ന ഈ ഏപ്രിലിലെ നമ്മൾ സത്സംഗം നിശ്ചയിച്ചേക്കുന്നത് ഏപ്രിൽ 18 വൈകിട്ട് 5 മണിക്ക് ഇവിടുത്തെ ടൈം 5 മണിക്ക്. അപ്പം നാട്ടിൽ നിന്ന് നമ്മുടെ എഴുത്തുകാരനും ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആചാര്യനും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹം ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെയാണ്, ഡോക്ടർ ആർ രാമാനന്ദ്ജിയാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരും പങ്കെടുക്കണമെന്ന് അന്ന് അറിയിപ്പിക്കുക, ഒരു സൂചന അതാണ് ഉദ്ദേശിച്ചത്. അത് അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആകുന്നേ ഉള്ളൂ. ലിങ്കും കാര്യങ്ങളൊക്കെ ആകുന്നതനുസരിച്ച് എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നതാണ്. ഏപ്രിൽ 18 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക്. ഇത് കഴിഞ്ഞ് അത് നമ്മളെല്ലാവരും പങ്കെടുക്കുക. നമ്മൾ ആധ്യാത്മിക സമിതിയുടെ ഒരു കാര്യം മനസ്സിലായിട്ടുള്ളത്, കുറെ ആളുകൾ ആ ഗ്രൂപ്പിലുണ്ട്, പക്ഷേ പരിപാടികളിൽ എത്തുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പം നമ്മൾ പരമാവധി ആളുകൾക്ക് നമുക്കതിൽ ആ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ പങ്കെടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. അതിൻ്റെ അതുപോലെ നമ്മൾ ആധ്യാത്മിക സമിതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് മാത്രമുള്ളൊരു പ്രോഗ്രാം അല്ല. നമ്മുടെ പരിചയത്തിലുള്ള, നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസമായിട്ട് ചേരാവുന്ന എല്ലാവർക്കും ആ പ്രോഗ്രാമുകളിൽ എല്ലാം പങ്കെടുക്കാം. നമ്മൾ സംഘത്തിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രോഗ്രാംസ് അല്ല ആധ്യാത്മിക സമിതിയിൽ നടക്കുന്നത്. അതുകൊണ്ടൊരു സമാജ പ്രവർത്തനം എന്ന രീതിയിൽ തന്നെയാണ്. അപ്പം നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്ന ആളുകളെ എല്ലാം നമ്മൾ അതിലേക്ക് പങ്കെടുപ്പിക്കാം. അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി നമുക്ക് തന്നെ നമ്മുടെ കൂട്ടത്തിലെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും ഒക്കെ ഉണ്ട്, അവരെയും കൂടി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ വേറെ അടുത്തൊരു പ്രോഗ്രാം വരുന്നത് നമ്മുടെ സദാനന്ദ മാഷ ഒരു പ്രോഗ്രാമാണ്. അതിന് മുമ്പ് ഇപ്പം ഏകദേശം പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മുടെ രാമായണ മേള നടക്കുന്നുണ്ട്. അതിന്റെ ഒന്ന് ജയപ്രകാശ് എല്ലാവരോടും ഒന്ന് ജസ്റ്റ് ഒന്ന് തന്നെ സുഭാഷ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഞാനും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. സുഭാഷിയാണ് ഇതുവരെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ലീഡർ എന്നുള്ള പേരിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. സുഭാഷ് തന്നെ പറഞ്ഞോളൂ. സുഭാഷ്. അല്ല, ഞാൻ പറയാൻ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ജയപ്രകാശ് ലീഡർ എന്നുള്ള പേരിലല്ല, ജയപ്രകാശിയുടെ ഉത്തരവാദിത്തം പരിപാടി. കുഴപ്പമില്ല, ഞാൻ പറയാം. അതായത് 2 പരിപാടികൾ ഇപ്പോൾ സുരേഷ് പറഞ്ഞല്ലോ. നമ്മൾ ഈ വർഷം പ്രധാനമായിട്ടും നമ്മൾ ആ 2 പരിപാടികളായിരിക്കും നടത്തുക ഓം യുക്കെയുടെ പേരിൽ. കിരൺജി പറഞ്ഞ നമ്മളുടെ അതൊരു മന്ത്ലി പരിപാടിയാണ്, എല്ലാ മാസവും ഉണ്ട്. ഈ മാസം ആർ രാമാനന്ദാണ് അതിൽ പങ്കെടുക്കാൻ എത്തുന്നതെങ്കിൽ, ഡോക്ടർ ആർ രാമാനന്ദാണ് പങ്കെടുക്കുന്നതെങ്കിൽ, അടുത്ത മാസം മഹാമണ്ഡലേശ്വർ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നമുക്കും പറ്റിയ ദിവസം ആണെങ്കിൽ, അല്ലെങ്കിൽ പിന്നത്തെ മാസം. അതുപോലെ തന്നെ ചിദാനന്ദപുരം സ്വാമികൾ അഗ്രി ചെയ്തിട്ടുണ്ട് ഒരു ദിവസം പങ്കെടുക്കാന്നുള്ളത്. അപ്പം അങ്ങനെ എല്ലാ മാസവും കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആധ്യാത്മിക ആചാര്യന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഇരിക്കുന്ന നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല, നമ്മളുടെ പുറത്തുള്ള ആളുകളെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ സത്സംഗം, അതാണ് ആ അധ്യാത്മ സമിതിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മൾ പബ്ലിക്കിൽ കുറച്ചുകൂടി വിസിബിലിറ്റിയിൽ എത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അറിയാം 2016 മുതൽ നമ്മൾ ശിബിരങ്ങൾ നടത്തുന്നുണ്ട്, നമ്മൾ എല്ലാ മാസവും ശാഖ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും പരസ്പരം പരിചയമുണ്ട്, നമുക്ക് നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്, നമുക്കിപ്പോൾ പല കാര്യങ്ങളും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. പരസ്പരം പല കാര്യത്തിലും കണക്ട് ചെയ്യാനും സഹായിക്കാനും സാധിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും ഹിന്ദു സമാജത്തിന് മൊത്തത്തിലായിട്ട് ഓം യുക്കെയുടെ ഒരു വിസിബിലിറ്റി അത് കൂട്ടുക, അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ നമ്മളുടെ ശിബിരത്തിൽ വെച്ചിട്ട് രാംജി നിർദ്ദേശിച്ച ഒരു പദ്ധതിയാണ് നിങ്ങൾ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു കലാമേള പോലെ എന്തെങ്കിലും പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ചയാണ് ട്യൂഡോർ, നമ്മുടെ ഊസ്റ്ററിലെ ട്യൂഡോർ എന്ന് പറഞ്ഞ സ്കൂളിൽ വെച്ചിട്ട് നമ്മളൊരു രാമായണോത്സവം നടത്തുകയാണ്. അതിൻ്റെ പോസ്റ്റർ ഇപ്പം നമ്മൾ ശാഖയിൽ ഇവിടെ ഉള്ള കാരണം കൊണ്ട് ഞാൻ അത് ഷെയർ ചെയ്യാം. അതിൻ്റെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം നമുക്ക് വേണ്ടിയിട്ട് സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ അത് റിലീസ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ഈ വരുന്ന വ്യാഴാഴ്ച നമ്മളത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. നമ്മളെല്ലാവരും നമ്മുടെ സ്റ്റാറ്റസിലും നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും എല്ലായിടത്തും ഷെയർ ചെയ്യും. അത് UK മുഴുവൻ മലയാളികളിലും ഹിന്ദു മലയാളികളിലും എത്തിക്കാൻ പാകത്തിന് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യാം. അതാണ് ഒരു പരിപാടി. അപ്പോൾ എന്താണ് രാമായണോത്സവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധ ഹൈന്ദവ കൂട്ടായ്മകളെ, അത് ഇന്ന കൂട്ടായ്മ അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെയൊന്നുമല്ല, ഓരോരോ അതാത് പ്രദേശങ്ങളിലുള്ള
ഹൈന്ദവ കൂട്ടായ്മകൾക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ നമ്മളൊരു കലാമേള, ആ കലാമേളയിൽ നമ്മൾ വ്യത്യസ്തമായ പരിപാടികൾ ഗ്രൂപ്പ് ഐറ്റമായിട്ട് വരുന്നത്, ഒരു ഭജന മത്സരമുണ്ട്, ഒരു തിരുവാതിര മത്സരമുണ്ട്, പ്രശ്നോത്തരി ഉണ്ട്, പിന്നെ ഇൻഡിവിജ്വൽ ഐറ്റംസ് ആയിട്ടുള്ള പാട്ടായിട്ടില്ല പക്ഷെ രാമായണ പാരായണം ഉണ്ട്, ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്, അങ്ങനെ പല പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളൊരു കൂട്ടായ്മ. അത് വ്യക്തിപരമായിട്ടായിരിക്കില്ല അതിൽ ആളുകൾ പങ്കെടുക്കുക, പകരം ഏതെങ്കിലും ഒരു റീജിയനോ അല്ലെങ്കിൽ ഒരു സംഘടനയോ പ്രതികരിച്ചുകൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മാഞ്ചസ്റ്റർ ഹിന്ദു സമാജമുണ്ട്, അല്ലെങ്കിൽ പോർട്സ്മൗത്തിൽ ഹിന്ദു സമാജമുണ്ട്, ലിവർപൂളിൽ ഹിന്ദു സമാജമുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, വിഗാനിൽ നമ്മളുടെ ആളുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ഹിന്ദു സമാജങ്ങളിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും അവരുടെ ഹിന്ദു സമാജങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് OMUKയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ ഒന്നിച്ചുകൂടുകയും അവിടെ ഒരു കലാപരിപാടി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ആശയം. അത് ആദ്യമായിട്ട് നടത്തുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ശരിക്കും നടത്തി തന്നെ കണ്ടറിയേണ്ടതാണ്. ഞാൻ ആ പോസ്റ്റർ സ്വാമിജി ഇത് ചെയ്ത് ഞാനിപ്പോൾ ആദ്യം ഷെയർ ചെയ്യാം. Namaste. Organization of Hindu Malayalis, UK കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. നിരന്തരമായി ധാർമ്മികമായ ഒട്ടനേകം കാര്യങ്ങളിൽ അവർ വ്യാപരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ ജൂലൈ മാസം 11-ാം തീയതി രാമായണോത്സവം 2026 എന്ന പേരിൽ രാമായണ സംബന്ധമായി, അതുപോലെ ഭഗവത്ഗീത സംബന്ധമായി പാരായണങ്ങളും കുട്ടികൾക്കുള്ള വിവിധ കാര്യക്രമങ്ങളും, അതുപോലെ നൃത്തസംഗീതാദി ആവിഷ്കാരങ്ങളുമൊക്കെ ആയിട്ട് വളരെ നല്ലൊരു സാംസ്കാരിക കാര്യക്രമം നടത്തുന്നതായി അറിഞ്ഞു. വളരെ സന്തോഷം. എല്ലാ ശുഭാശംസകളും നേരുകയാണ്. എല്ലാ സജ്ജനങ്ങളുടെയും സഹയോഗത്തോടു കൂടി ഇത് നല്ലൊരു കാര്യപരിപാടിയാവട്ടെ. UK-യിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് ധർമ്മസംബന്ധമായി, ശാസ്ത്രസംബന്ധമായി ശരിയായൊരു അവബോധം വളർത്തുന്നതിന് സഹായിക്കട്ടെ. എല്ലാ ശുഭസങ്കല്പങ്ങളും ഹാർദമായി സമർപ്പിക്കുകയാണ്. നമസ്കാരം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് 2 പോസ്റ്ററും നമുക്ക് അദ്ദേഹം ഇത് ചെയ്ത് തന്നിട്ടുണ്ട്. അതും ഇതാണ് ഒരെണ്ണം. ഇതാണ് 2ാമത്തെ പോസ്റ്റർ. അപ്പൊ ഈ പോസ്റ്ററുകളും കാര്യങ്ങളും നമ്മൾ അടുത്ത വ്യാഴാഴ്ച നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മൾ ഒന്നിച്ച് ഷെയർ ചെയ്യുന്നു, നമ്മൾ എല്ലാവരിലും എത്തിക്കുന്നു. നമ്മൾ കഴിയുന്ന ആളുകളിലോടൊക്കെ നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുന്നു. നമുക്ക് കഴിയുന്ന സമാജങ്ങളോടെല്ലാം അതിൽ പങ്കെടുക്കാൻ പറയുന്നു. അതിന്റെ രജിസ്ട്രേഷൻ സമാജത്തിന് ഒരു എല്ലാ സമാജം അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് ഒരു ഫോമായിരിക്കും, അല്ലാതെ ഇൻഡിവിജ്വൽ ആയിരിക്കില്ല. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇതാണ് നമ്മളുടെ ജൂലൈ 11 വരുന്ന പരിപാടി. അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു പിക്ചർ അതാണ്. പിന്നീട് നമുക്കുള്ള പരിപാടി എന്ന് പറയുന്നത് ജൂൺ ആദ്യ വാരത്തിൽ സദാനന്ദൻ മാഷ് UK-യിൽ എത്താമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലണ്ടൻ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും നമ്മളുടെ ഒരു സമ്മേളനം അദ്ദേഹം വന്നു കഴിയുമ്പോൾ ഉണ്ടാവുക. അതിന് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക. ഇത് 2 പരിപാടികളാണ് അതിലുള്ളത്.
അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ 2 പരിപാടികളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടത്. ഈ 2 പരിപാടികളുടെയും വിജയത്തിന് ശേഷമാണ് നമ്മൾ ഇത്തവണത്തെ ഒരു നമ്മളുടെ പരിപാടി ശിബിരം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് ആലോചിക്കുക. അതിനെക്കുറിച്ചിട്ട് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഈ 2 കാര്യങ്ങൾ ഇതിനെതിരെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ സ്പോൺസർഷിപ്പ് ആരെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. കാരണം നമുക്ക് ഇതുവരെ സ്പോൺസർഷിപ്പുകളൊന്നും ആയിട്ടില്ല. ഇതിന് സാമ്പത്തികമായിട്ട് 2 പരിപാടികൾക്കുമായിട്ട് നല്ലൊരു തുക ആവശ്യമുണ്ട്. അത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയും നമുക്ക് കണ്ടെത്തുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. കേട്ടോ, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, വേറൊന്നുമില്ല. നമ്മളിപ്പോൾ ആകെ ഉള്ളത് നമ്മുടെ ഇപ്പം എന്തായാലും നല്ലൊരു സംഖ്യ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആളുകളോട് സംസാരിക്കുക. ഇപ്പം ഇതിന്റെ കാര്യങ്ങൾ വരുന്ന സമയത്തൊന്ന് കാര്യമായിട്ടതൊന്ന് നമ്മുടെ ഗ്രൂപ്പിലൊരു ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തന്നെ ഒരു പ്രതികരണം അതിനകത്ത് എഴുതുകയും നമ്മൾ ആ ഒരു അനുബന്ധിച്ച് ഇതാകുമ്പോൾ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് നമ്മളെ എനിക്ക് തോന്നുന്നു 300 ഇഷ്ട ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ അതിൽ നമ്മുടെ മെസ്സേജിൽ കാണുന്ന 100-150 പേര് മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വെറുതെ സ്ക്രോൾ ചെയ്ത് വിടുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അത് കൂടുതൽ മെസ്സേജുകൾ, അതായത് ഒരു കാര്യം വന്നാൽ നമ്മൾ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രതികരണവും നമ്മുടെ അഭിപ്രായമൊക്കെ എഴുതി കഴിയുമ്പോൾ ആൾക്കാർ നോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അറിയുന്നവരാണ്. അപ്പൊ നമ്മുടെ സംശയം പരസ്പരം എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ എന്ന് നമ്മൾ തന്നെ ഒരു ചർച്ച ചെയ്തിട്ട് ഈ പരിപാടിയുടെ ഒരു ഇതുണ്ടാക്കണം, വൈബ് ഉണ്ടാക്കണം. അപ്പോഴാണ് അതിനൊരു ഇത് കിട്ടുക. മാഷിന്റെ പ്രോഗ്രാം വരുന്ന സമയത്താണെങ്കിൽ അതുപോലെ തന്നെ. അപ്പൊ അതിന് ഇനിയിപ്പോ ഒരു 2 മാസം നമുക്ക് ഇതിന്റെ 2 പരിപാടികളുടെ ഒരു തിരക്കാണ്. അപ്പൊ അതിനൊരു നമ്മുടെ ആലാവുന്ന സമയം, അപ്പൊ അതിനാകെ നമുക്ക് കൊടുക്കാവുന്ന സമയം വളരെ കുറച്ച് മതി നമുക്ക് എല്ലാവരുടെയും സമയം. പിന്നെ ഇതിനകത്ത് സുഭാഷ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ നമ്മുടെ ഈ മേളയിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പൊതുപരിപാടി, നമ്മളെല്ലാം സംഘത്തിന്റെ പരിപാടികളാണ് നടത്തുന്നത്. നമ്മളെ സ്വയംശേരിയുടെ ശിബിരമാണ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അങ്ങ് നടക്കും. നമ്മൾ അങ്ങനെ ഇരിക്കാൻ പറഞ്ഞ് ഇങ്ങനെ പോകും, അങ്ങനെ പോയാൽ അങ്ങനെ പോകും, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല, പബ്ലിക് ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ കുറെ അധികം പ്രവർത്തകരുടെ പ്രാതിനിധ്യം അവിടെ ഉണ്ടാവണം. വോളണ്ടിയേഴ്സ്, നമ്മുടെ പ്രവർത്തകർ വേണം അവിടെ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. സ്വയംശേരി ഒരുപാട് പേര് അവിടെ വേണം. അപ്പൊ അത് ആരൊക്കെ റെഡിയാവും എന്നുള്ള കാര്യങ്ങളും കൂടെ പറയണം. കാരണം നമ്മളിപ്പോ കലാമേളയ്ക്ക് പല സ്ഥലത്തുനിന്നും ആളുകളൊക്കെ വരും. പക്ഷെ അത് നിയന്ത്രിക്കാനുള്ള ആളുകൾ കുറച്ചധികം പല സെഷനായിട്ടാണ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടാവും സ്കൂളിൽ. അപ്പൊ അത് നിയന്ത്രിക്കാൻ, അതിന്റെ ബാക്കി വ്യവസ്ഥകൾ ചെയ്യാൻ, അതിനൊക്കെ ആൾക്കാരുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതും നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇടുന്ന സമയത്ത് അതിന്റെ ഇപ്പം ഒരു ടീം, നമ്മൾ ഓരോ കലാമേളയുടെ ഒരു ടീം ഇവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ ബാക്കിയുള്ള കോർഡിനേഷൻ ടീമുണ്ട്. ബാക്കിയുള്ളവരുടെയും കൂടി ഒരു ടീം വെച്ചിട്ട് നമ്മൾ കുറച്ച് ടീമിനെയും കൂടി ആഡ് ചെയ്യും. അപ്പൊ നമ്മളൊന്നുകൂടെ നമ്മളുടെ സാധിക്കുന്നവരെല്ലാവരും റെഡി ആവുക, പരിപാടിക്ക് പങ്കെടുക്കാനും അതിന്റെ വോളണ്ടിയേഴ്സ് ആയിട്ട് കുറച്ച് നേരത്തെ എത്തി കാര്യങ്ങളൊക്കെ ചെയ്യാനുമായിട്ടുള്ള ഇതായിട്ട് നമ്മൾ നോക്കുക. അതൊന്ന് എല്ലാവരും ഒന്ന് വ്യവസ്ഥ എന്നുള്ള രീതിയിൽ അതും കൂടെ വേണം. അപ്പൊ ആകെ നമ്മുടെ മുന്നിൽ സമയമാകെ 2 മാസമേ ഉള്ളൂ. ഇപ്പൊ 1 മാസം കൊണ്ട് ഏപ്രിൽ മെയ് മാസം, ജൂൺ മാസം ആദ്യം തന്നെ സദാനന്ദ മാഷ് വരും. അത് കഴിഞ്ഞ് ഉടനെ തന്നെയാണ് അടുത്ത മാസം ആദ്യമാണ് വീണ്ടും നമ്മുടെ അടുത്ത പ്രോഗ്രാം വരുന്നത്. അപ്പൊ നമ്മളൊരു എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള ഇത് ഉണ്ടാവണം. അപ്പൊ അത് സജീവമായിട്ട് നമ്മുടെ ഗ്രൂപ്പ് നോക്കുക, അതിലുള്ള ചർച്ചകൾ എന്താന്ന് നോക്കുക, അതിലുള്ള ഏതൊക്കെ ഗ്രൂപ്പുകളിലേക്ക് ആർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കും നോക്കുക. ഇപ്പൊ കലാമേളയുടെ രാമായണമേളയുടെ ഉത്സവത്തിന്റെ ഗ്രൂപ്പ് എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഇരിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അത് വരുന്നുണ്ട്. ബുധനാഴ്ചകളെല്ലാം ഈവനിങ്ങിൽ ഇരുന്ന് അവർ ചർച്ച ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ അതിൽ നിന്ന് തീരുമാനിക്കുന്ന അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥന പാടിയിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും ചർച്ച ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ വേറെ ആരെങ്കിലും ഇതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ സംശയം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രവർത്തന പദ്ധതികൾ? ഈ സദാനന്ദൻ മാഷിനെ അറിയില്ലാത്ത ആരും ഇല്ലല്ലോ അല്ലേ? ഇനി സദാനന്ദൻ മാഷ് ആരാണ്, അല്ലെങ്കിൽ ഏത് സദാനന്ദൻ മാഷാണ്, അങ്ങനെ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. അതെ, അതെ, നമുക്ക് അതൊരു ഇതല്ല. അദ്ദേഹം BJPയുടെ വൈസ് പ്രസിഡന്റ് ആണ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആണ്. അതിലുപരി അദ്ദേഹം ഇപ്പോൾ രാജ്യസഭ MP ആണ്. റീസെന്റ് രാജ്യസഭയിലെ അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിജി എന്നെ എടുത്ത് പറഞ്ഞ് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുണ്ടായ ഒരു പ്രസംഗം വളരെ ഫേമസ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ വരികയും അദ്ദേഹം നമ്മുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ തയ്യാറാവുകയും ചെയ്ത് വലിയൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് എല്ലാവരും അതിൽ നമ്മൾ പങ്കെടുക്കണം. മാക്സിമം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കണം അത്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പങ്കെടുക്കുന്നതിലുപരി അവിടെ നമ്മളെ സമ്മേളനം നടത്തുന്ന ദിവസം മാക്സിമം ആളുകളെ പങ്കെടുപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് എത്രമാത്രം ശക്തമാണ് നമ്മൾ
ഇവിടെ നമ്മുടെ പ്രവർത്തനം എന്ന് പബ്ലിക്കിനെ അറിയിക്കാൻ പറ്റുള്ളൂ. പബ്ലിക്കിനെ എന്ന് ഞാൻ പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. നമുക്കിപ്പോൾ ശാഖയിൽ ഇലക്ഷൻ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലെങ്കിൽ ഇലക്ഷൻ നടക്കുകയാണ്. അതിന്റെ റിസൾട്ട് എന്തും ആയിക്കോട്ടെ, കാരണം ഇന്ന റിസൾട്ട് കിട്ടുന്ന ഓർത്തിട്ടല്ലോ നമ്മൾ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ചു വന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടല്ലോ നമ്മുടെ പ്രവർത്തനം. പക്ഷെ UK നമ്മളുടെ പ്രസൻസ് ശക്തമാണ് എന്ന് കാണിക്കേണ്ടത് അത്യാവശ്യമായ കാലഘട്ടമാണെന്നുള്ള കാര്യത്തിന് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ആർക്കും തർക്കം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളെല്ലാവരും ഇവിടെ കടന്നു പോകുന്നത്. അപ്പം നമ്മളുടെ ഓരോ വിഭാഗവും കേരളത്തിൽ ഇപ്പൊ നമുക്ക് HSS, വിവിധ ഭാഷാ പരിവാർ ഓർഗനൈസേഷൻ, വിവിധം മറ്റ് പരിവാർ ഓർഗനൈസേഷനുകൾ, ഇവരെല്ലാവരെയും ചേർത്തുകൊണ്ട് വളരെ ശക്തമായിട്ട് പ്രവർത്തനം, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തനം നടക്കുന്നുണ്ട്. എല്ലാത്തിനെയും കൗണ്ടർ ഇത് ചെയ്തുകൊണ്ട് എല്ലാ തരം വിധ്വംസ പ്രവർത്തനങ്ങൾ, അതിപ്പോ ഇവിടുത്തെ UK വിധ്വംസ പ്രവർത്തനങ്ങളാണെങ്കിലും ഭാരതത്തിലേക്ക് എതിരെയുള്ള പ്രവർത്തനങ്ങൾക്കാണെങ്കിലും കൃത്യമായ സ്ട്രാറ്റജിയിൽ ഇതിനെല്ലാം നമ്മളിവിടെ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ എതിർക്കുന്നത് എങ്ങനെയാണെന്ന് പബ്ലിക്കിനെ അവെയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പൊ നമ്മളുടെ ഫാമിലി മുഴുവൻ വരണമെന്ന് മാത്രമല്ല, നമ്മളുടെ സുഹൃത്തുക്കളും നമ്മളുടെ പരിചയക്കാരും നമ്മളുടെ അനുഭാവികളും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഗ്രാൻഡ് പ്രോഗ്രാം ആയിരിക്കണം അത്. അതിനുവേണ്ടി എല്ലാവരും കുറച്ച് സമയം എന്തായാലും ചെലവഴിച്ചേ പറ്റുള്ളൂ. അതൊരു റിക്വസ്റ്റിലുപരി എല്ലാവരോടും അതൊരു നിർദ്ദേശമായിട്ട് തന്നെ കാണുക പ്ലീസ്. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന പാടാം. വേറെ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളിനെ കുറിച്ച്? ചേട്ടാ, ആരെങ്കിലും ഇതില് പുതുതായിട്ട് ശാഖയിൽ വന്നിട്ടുണ്ടോ? നമ്മൾ ഇതുവരെ പരിചയപ്പെടാത്ത ഈ 38 പേരുള്ളതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഉണ്ടെങ്കിൽ പരിചയപ്പെടാം. ആദ്യമായിട്ട് ശാഖയിൽ പങ്കെടുക്കുന്ന ആരിൽ നിന്ന് കൈ പൊക്കോ അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിട്ടൊന്ന് പറയോ? ഞാൻ നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ എന്നാണ്. ഞാൻ സച്ചിൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. വീഡിയോ അതെ, ഒന്ന് ഓൺ ചെയ്യാമോ? എനിക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. കുഴപ്പമില്ല. സച്ചിൻ പറഞ്ഞോളൂ. ഇവിടെ എവിടെയാണ്? നാട്ടിലെവിടെയാണ്? എന്ത് ചെയ്യുന്നു? ഞാൻ ചോറ്റാനിഗിരിക്ക് അടുത്താണ് വീട്. വെണ്ണിക്കുളം എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഞാനിപ്പോ ഇവിടെ ഗ്ലാസ്ഗോയിലാണുള്ളത്. ബേസിക്കലി ഒരു സോഷ്യൽ വർക്കർ ആണ്. പക്ഷെ എന്റെ രജിസ്ട്രേഷന്റെ കുറച്ച് പ്രശ്നങ്ങൾ വന്ന കാരണം ഞാൻ തൽക്കാലത്തേക്ക് ഒരു സപ്പോർട്ട് വർക്കറായിട്ട് ഒരു വിസ എടുത്തിട്ട് ഇവിടെ നിൽക്കുവാണ്. വൈഫുണ്ട് കൂടെ. വൈഫ് നേഴ്സാണ് ഇവിടെ. ഗ്ലാസ്ഗോ തന്നെയാണ്. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. സച്ചിൻജി, ഇടയ്ക്ക് ഒന്ന് കേൾക്കട്ടെ. എൻ്റെ പേര് മധു എന്നാണ്. ഞാൻ ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിൽ ഒരു ഹായ് ഇടാവും. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. ശരി. വേറൊന്നുമല്ല, ഗ്ലാസ്ഗോയിലെ നമ്മുടെ ഒരു കാര്യകർത്താവ് അവിടെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന അറിവ് കിട്ടട്ടെ. ഞാൻ ആരെങ്കിലും നോക്കി നടക്കായിരുന്നു ഗ്ലാസ്ഗോയിൽ. സോറി. ഓക്കെ. ജസ്റ്റ് സച്ചിൻ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഒരു ഹായ് ഇട്ടാൽ ഞാൻ വിളിച്ചോളാം. ഓക്കെ. ശരി. ഞാൻ ഇപ്പൊ തന്നെ ഇട്ടോളാം കേട്ടോ. മുമ്പ് പലപ്പോഴും പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഷിഫ്റ്റിന്റെ കാര്യങ്ങളും ഇതൊക്കെ അറിയാലോ ഇവിടുത്തെ ഒരു സാഹചര്യം. അപ്പൊ അതുകൊണ്ടിട്ടാണ് എനിക്ക് പങ്കെടുക്കാൻ പറ്റാവുന്നത്. നിലവിൽ ഇപ്പോഴും ഷിഫ്റ്റിലാണ്. പക്ഷെ ഞാനിപ്പോ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പങ്കെടുക്കാൻ വേണ്ടി തന്നെ ബ്രേക്ക് എടുത്തിട്ട് വന്നിട്ടാ. അതെ, നമ്മളെല്ലാവരും നിർബന്ധിക്കും. നമുക്കറിയാം സാഹചര്യങ്ങൾ എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. പക്ഷെ അതിലുപരി നമ്മൾ ഈ ഗ്രൂപ്പിൽ അത് കുറച്ചുകൂടി നമ്മൾ പല വർഷങ്ങളായിട്ട് തന്നെ, എനിക്ക് തോന്നുന്നു 1.5 വർഷമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഒന്നുകൂടി റീഫോമാറ്റ് ചെയ്യാനുണ്ട്. ആളുകൾ ഈ സുരേഷ് ആദ്യം പറഞ്ഞ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അവരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ശാഖയിൽ എന്തായാലും പങ്കെടുക്കണം. നമുക്കറിയാം പല ആളുകളും അവരുടെ തിരക്കുകൾ കാരണം കൊണ്ടാണ്. പക്ഷെ തിരക്കിനിടയിലാണ് ഇപ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിലും ഒന്ന് പങ്കെടുക്കുക എന്നുള്ളത് നമുക്ക് ഇത് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യുന്നവർക്കും കൂടി ഒരു ഊർജ്ജമാണല്ലോ. അതുകൊണ്ടാണ് ഇത് എല്ലാവരും ഒന്ന് പിന്നെയും നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഇനി ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരാരെങ്കിലും? ഇല്ലല്ലോ. ബാക്കി എല്ലാവരും സ്ഥിരം പങ്കെടുക്കുന്ന ആളുകളാണ് വല്ലപ്പോഴും. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അടുത്ത പരിപാടി നമുക്ക് കാണാം. ആധ്യാത്മികതയുടെ പരിപാടി നല്ല രീതിയിൽ അടുത്ത ആഴ്ചത്തേക്ക് മാക്സിമം ആളുകൾ എത്താം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ശരി, പ്രാർത്ഥനയല്ലേ? ഇനി വേറെ ഒന്നുമില്ലല്ലോ. പ്രാർത്ഥന. അടുത്ത ആഴ്ചത്തെ ശാഖയുടെ കാര്യം ഇപ്പൊ ഇത്ര ആളുകളുണ്ട്, ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീജിക്ക് ഒരു സമാധാനമാവും. അടുത്ത മാസത്തെ ശാഖ, എല്ലാ മാസം ആദ്യത്തെ ശാഖയുണ്ട്. മുഖ്യവിഷയമായിട്ട് ഇപ്പൊ ആരാണ്? എല്ലാവരും ആരെങ്കിലും ഞാൻ ചെയ്യാന്ന് പറഞ്ഞു വരുന്നാണല്ലോ ശാഖ. ആരെങ്കിലൊക്കെ പേര് വിളിക്കേണ്ടി വരും. ശ്രീജിക്ക് ഇഷ്ടമുള്ളവരെ പേര് വിളിച്ചു കേട്ടോ. ആരും പോയിട്ടില്ല, എല്ലാരും ഇപ്പൊ ഇവിടെ ഉണ്ട്. പോകുന്നതിന് മുമ്പ് പ്രാർത്ഥന പാടിയിട്ട് മതിയല്ല.
ഓക്കെ, ആരാണ് ഇപ്പൊ അടുത്ത മുകേഷ്? ആ ഒരു മുകേഷിന് ഒരാൾ തീരുമാനിച്ച പിന്നെ ബാക്കിയുള്ള എളുപ്പം. രാജ്മോഹൻ ജി അടുത്ത പ്രാവശ്യത്തെ മുകേഷ്. മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കുന്നവരോട് പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വേണോ? മുകേഷ്, അത് വേണോ? രാജ്മോഹൻ ജി, മുകേഷ്, നമ്മളുടെ ഇവരൊക്കെ ഉണ്ടല്ലോ, ദിനേശ് ജി, ദിനേശ് ജി, സുരേഷ് ജി, വോക്കിംഗ് ഇവരൊക്കെ ഉണ്ട്. ഉണ്ട്. പിന്നെ ITC ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ്. സുരേഷ് ജി ഉണ്ട്. സുരേഷ് ജി എന്താ പരിപാടി അടുത്ത പ്രാവശ്യം? മ്യൂട്ടാണ്. ഞാൻ അമൃതവനം ചെല്ലാം. എളുപ്പമുള്ളത് അമൃതവനം സുഭാഷിതം. വളരെ വ്യക്തിഗതം ചെല്ലാം. ദിനേശ് മുകേഷ് ആവട്ടെ. ഇപ്പൊ ദിനേശ് മുകേഷ് ആണ്. ഒരു പ്രാവശ്യം മുകേഷ് ആവാന്ന് പറഞ്ഞ് മെല്ലെ മാറിയതാണ്. എന്താ ദിനേശ്? ഞാനായിരുന്നു ഒരു പ്രാവശ്യം. ശരിയാണ്. ഒരു പ്രാവശ്യം ദിനേശ് മുകേഷ്. രാജ്മോഹൻ ജിക്ക് അമർവചനം കൊടുക്കാം. രാജ്മോഹൻ ജി ഹാപ്പി. അതെ അത് ഞാൻ ഈ ആയുഷ്കാലം ഞാൻ ചെയ്തോളാം. അത് ജെന്റിലും രാജ്മോഹനും എടുത്തു വെച്ചേക്കുന്ന അല്ല, ഓരോരുത്തർക്കും ഓരോ. കാരണം ഞാൻ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു മൈക്ക് എടുത്ത് പ്രസംഗിക്കുക പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ടാ ഞാൻ അങ്ങനെ. ഏറ്റവും എളുപ്പമുള്ള പണി മുകേഷ്, അതറിയാവോ? പിന്നെ ഒന്നുമില്ല. ഒറ്റ പ്രാവശ്യം പറഞ്ഞ പിന്നെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ വ്യക്തിഗതമായി ആരാ പ്രാവശ്യം ഒരു പ്രഭാഷണം നടത്താൻ അല്ലെങ്കിൽ ഭൗതിക ചർച്ച ആരാന്ന് സജീവ് ജി നമുക്കൊരു ഭൗതിക എടുത്താലോ? സജീവ് ജി, കുമരൻ ജി, ഒരു എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ? എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു വിഷയം. മ്യൂട്ടാണ്. അതൊരു അരമണിക്കൂർ മതി കേട്ടോ. അരമണിക്കൂർ വേണമെന്നൊന്നുമില്ല, ഒരു 15-20 മിനിറ്റ് മതി. അയ്യോ, സജീവ് ജി വിട്ടുപോയോ? ഞാൻ ചോദിച്ചപ്പോ കേക്കാം. ഇല്ല, അതിനുള്ളൊരു ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് പിന്നീടാവാം. നന്ദൻ ജി, എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ടൊരു 15-20 മിനിറ്റ് നമ്മളുമായിട്ട്, ഹിന്ദു സമൂഹമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയത്തെ എടുത്തിട്ട്. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. അൺമ്യൂട്ട് ആയി. നമസ്കാരം സുഭാഷ്. അത് സുഭാഷ് അയച്ചു തന്നാൽ ഞാൻ വായിക്കാം. എന്നെ കൊണ്ട് കുട്ടി അല്ല, വായിക്കാനല്ല. നമുക്ക് അതിന്റെ കഴിവില്ല. ഓക്കെ, അല്ല, കഴിവ് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ കഴിവ് എല്ലാവരും കഴിവില്ല എന്ന് പറയരുത്. കാരണം നമ്മളത് ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ശ്രമിക്കണം. ഇന്ന് വേണ്ട, പക്ഷെ നമുക്ക് പിന്നീട് ശ്രമിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ ശ്രമിച്ചാലാണല്ലോ നമുക്ക് ഇതിനെല്ലാം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന് തയ്യാറായിട്ടിരിക്കുക. അജിത് ജി, ലെസ്റ്റർ. സുഭാഷ്, ഞാൻ ഇതുവരെ ഇങ്ങനെ സംഭവം ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തു നോക്കിയാലോ? അതാണ് ചോദിക്കും. നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള എല്ലാവരെയും പരിചയം. 10 മിനിറ്റ് അതുകൊണ്ടല്ല എനിക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ സുരേഷ് നമുക്ക് കണക്ട് ആയിട്ട് ഞാൻ പറയാം. എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് എടുത്തിട്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളൊരു ഫോർമാറ്റും തരാം. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്യണമല്ലോ. കാരണം നമ്മൾ എപ്പോഴും കേൾവിക്കാരായ മാത്രം പോരല്ലോ. നമ്മൾ കേട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൺവിൻസ് ചെയ്യാനും കഴിയുന്ന ഇതിലേക്ക് നമ്മൾ എല്ലാവരും വളരണമല്ലോ. ഉത്തരവാദിത്തങ്ങൾ നമ്മളെല്ലാവരും പരസ്പരം മാറിയെടുത്താലല്ലേ, അല്ലെങ്കിൽ പിന്നെ നമ്മള് ഹൈക്കമാൻഡായി പോകില്ലേ. ജഡ്ജ് ചെയ്യില്ല നമ്മളെ. നമ്മൾ ചെയ്യുന്ന നമ്മളെ ശാഖയിൽ നമ്മളെ ആൾക്കാരാണ് എല്ലാവരും. പിന്നെ അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി എന്താണ് വേണ്ടത് ശ്രീജി? സുഭാഷിതം വേണം, ഏകാത്മനമന്ത്രം. ഞാൻ സുഭാഷിതം ചെയ്താ പോരെ? ഇല്ല, നിനക്ക് ഇത് തരാം. സുഭാഷിതം അടുത്ത വിശ്വപ്രാർത്ഥന പാടാൻ കോൺഫിഡന്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ. സുഭാഷിതം നമുക്ക് ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് ഒരു ജനറൽ ആയിട്ട് എടുക്കാം. ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ രാജേഷ് ജി സ്വാൻസി, അദ്ദേഹം പോയോ? രാജേഷ് ഉണ്ട്. രാജേഷ് എന്തെങ്കിലും ഏറ്റെടുക്കാൻ പറ്റുമോ? സുഭാഷിതം ഒന്ന് ഒരു തുടക്കം എന്നുള്ള നമുക്ക് സുഭാഷിതം നോക്കിയാലോ ഒന്ന്? ഞാൻ ചെയ്യാം. കഴിഞ്ഞ തവണ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പൊ ഞാൻ ശരിയാണല്ലോ. സുഭാഷിതം തന്നെയായിരുന്നു ചെയ്തത്. സുഭാഷിതമായിരുന്നു. ഓക്കെ, എന്നാൽ ബൗദ്ധിക്കിലേക്ക് നോക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അജിത് ജിക്ക് സുഭാഷിതം കൊടുത്തിട്ട് അടുത്തോണം അജിത് ജിയെ ഇത് ചെയ്യാം. രാജേഷ് ജി, ഞാൻ ശ്രമിക്കാം. ഓക്കെ, രാജേഷ് ജി ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അജിത് ജി അത് ഓക്കെ അല്ലേ? നമുക്ക് ഒരു വിഷയം എന്തെങ്കിലും പഠിക്കുകയും ചെയ്യാം സമയം കൊണ്ട്. അജിത് ജി, പിന്നെ രാജേഷ് ജി, പിന്നെ
ഭൗതിക വിഷയം. ഏതാ നിങ്ങളെല്ലാരും വിഷയം? ഏറ്റിട്ട് എല്ലാരും മന്നെ വരാതിരിക്കരുത്. പിന്നെ രാജേഷ് ഒരു കാര്യം നോക്കി ചെയ്താൽ മതി. രാജേഷ് നേരിട്ട് മധുജിയായിട്ടൊന്ന് കണക്ട് ആവുക, എന്നിട്ട് വിഷയം നമുക്ക് സംസാരിച്ചിട്ട് മധുജി പറഞ്ഞുതരും. ലോങ് വീക്കെൻഡ് ആണെന്ന് തോന്നിട്ടോ ആഴ്ച 3 ദിവസം. കുഴപ്പമില്ല. ഇനി പ്രാർത്ഥന ആര് പാടും? ഇന്നിപ്പോ ലോങ് വീക്കെൻഡ് ആണല്ലോ. പ്രാർത്ഥന ഏകാത്മന മന്ത്രം. ആരാ ഇവിടെയുള്ള ഗോകുമാർജി കുട്ടികളെ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് പ്രാർത്ഥനയ്ക്ക് അടുത്ത പ്രാവശ്യം, അല്ലെങ്കിൽ ആരുടെ ശാഖയിൽ പോകുന്ന ആരൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒഫീഷ്യന്മാര്. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത കിരൺജീനെ അടുത്ത പ്രാവശ്യം പ്രാർത്ഥന പാടിക്കാം. കിരൺജി ഇല്ലേ ഇവിടെ? കിരൺജി പ്രാർത്ഥന ശരി ചേട്ടാ. ഓക്കെ. ഇപ്പോഴും പാടുന്ന ഓരോരുത്തർ പാടുന്നുണ്ട്. കിരൺജി ഉണ്ടല്ലോ. ഓക്കെ, 2 കിരൺമാരുണ്ട്. അതാണ് കിരൺ കാംബ്രിഡ്ജ്. ഓക്കെ. എല്ലാവരും ആയോ? മന്ത്രം ഉണ്ടെങ്കിൽ ഏകാത്മ മന്ത്രം. ലക്ഷ്മിജി ഏകാത്മന്ത്രം. വെറുതെ ഇങ്ങനെ ഒന്നും ആരും തന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാനിപ്പോ. അതല്ല സുരേഷേട്ടാ, നമുക്ക് ശ്വേതയുണ്ട്, ശാലിനിയുണ്ട്, അവരൊക്കെ ഉണ്ട്. അവർ മിണ്ടാതിരിക്കുക. ഞാനത് പറയാൻ വരുമായിരുന്നു. രമ്യയുണ്ട്. ശ്വേതയ്ക്ക് നമുക്ക് നല്ല ടോപ്പിക് എടുക്കാൻ പറ്റും. രാജിയുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. അല്ല അപ്പം രാജിയുണ്ട്. എല്ലാവരും ഒന്ന് എന്താണ് ഏകാത്മ മന്ത്രം എന്ന് അറിയാൻ പാടില്ലാണെങ്കിൽ അത് തരാം. ആരെയാ ഒരാളപ്പൊ അങ്ങനെയാണെങ്കിൽ? വിദ്യാജി ഉണ്ട്, രാജി, ചേതാജി ഉണ്ട് അല്ലേ? കാരണം നമ്മളുടെ ശാഖ എന്ന് പറയുന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്ന, കുടുംബം മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. അല്ലാതെ ഏതെങ്കിലും കുറച്ച് പുരുഷന്മാർ മാത്രം കൂടിയിരുന്ന് സംസാരിക്കുന്ന സംഭവമല്ല. അങ്ങനെ പോയിട്ട് കാര്യമില്ല നമ്മളെ ശാഖ. നമ്മള് രാജി ചെയ്യുമോ ഏകാത്മത മന്ത്രം? ഞാൻ അയച്ചു തരാം. രാജി ഇല്ലേ കോളില്? രാജി ഉണ്ട്. ഇല്ല ശ്രീത്തെ, രാജി ഇല്ലേ? ഓക്കെ, എന്നാൽ വേറെ ആളായിരിക്കാം. രഞ്ജിനി ശ്രീജിത്ത് ആണോ? രഞ്ജിനി ഉണ്ട്. ശ്രീജിത്ത്. നേരത്തെ ശാഖയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? ഒന്ന് പരിചയപ്പെടുത്താമോ? നാട്ടിലെവിടെയാണ്, ഇവിടെ എവിടെയാണ്? ഞാൻ ആളെ വീഡിയോ ഇല്ലാത്തോണ്ട് ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നേരിട്ട് നല്ല പരിചയം ഉള്ളതാണ്. എന്റെ പേര് രഞ്ജിനി ശ്രീജിത്ത്, നാട്ടില് തൃശ്ശൂര്. മനസ്സിലായി. ഞാൻ കേറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ശാഖയിൽ കയറിക്കണത്. പക്ഷെ ഇവിടെ അവിടെ യുഎഇയിൽ പതിവുണ്ട്. ഉണ്ടായിരുന്നു നിങ്ങൾ. ശ്രീജി ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ഏകാത്മമന്ത്രം ചെയ്യാൻ പറ്റുമോ അടുത്ത തവണ? അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച മീൻസ് ഞാൻ കേറി ഒന്ന് 2 പ്രാവശ്യം ആവട്ടെ. ഓക്കെ. നിങ്ങളോട് അഭിപ്രായം ചോദിച്ചില്ല? കാരണം അവിടെ സേവിയർ ഓഫീസറായിരുന്നു, യുഎഇയില് മെഗാമാൻ ശാഖയുടെ ഓഫീസറായിരുന്നു. ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല, മടിയാണ്. അല്ല, അടുത്ത തവണ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ നമ്മളത് അതിന് ഇതായിട്ട് വിലക്ക് തന്നെ എടുക്കണം. ടേക്ക് ദ പ്രൈസ് വാല്യൂ. ഓക്കെ. അടുത്ത ശ്വേതയുണ്ട്, രമ്യയുണ്ട്, വിദ്യാജിയുണ്ട്, ഒരുപാട് പേരുണ്ട്. പേര് വിളിച്ചിട്ട് മിണ്ടില്ല. എനിക്ക് തോന്നുന്നു ഇല്ലേ ഏതുണ്ടായിരുന്നല്ലോ? ഇതുണ്ട്. അല്ല, ഇനി അതവിടെ ഇതിൽ വെക്കാം. നമുക്ക് വേറെ ആരെങ്കിലും ഒരു ഏകാത്മമന്ത്രം അല്ലേ? ഒരു കാര്യം ചെയ്യൂ സജീവ് ജി, അത് ചെയ്തുകൂടെ? ഏകാത്മമന്ത്രം മന്ത്രം തരാം. ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെയ്യാം. വിദ്യാജി. ഓക്കെ. വിദ്യാജി ഡ്യൂട്ടി ആണോ എന്ന് നേരത്തെ നോക്കിയാട്ടോ. ഓക്കെ. സിക്ക് ലീവ് പെട്ടെന്ന് തീരും, പേടിക്കണ്ട. ഓക്കെ. അപ്പൊ പ്രാർത്ഥന. ആരാട്ട പ്രാർത്ഥന? പ്രാർത്ഥന ജയപ്രകാശിയാണ്. ജയപ്രകാശി പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കും, മധുജി ഏറ്റു ചൊല്ലും. ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്യണേ. പ്രാർത്ഥന.
സർവമംഗളമാംഗല്യാം സർവമംഗളമാംഗല്യാം ദേവീം സർവാർത്ഥസാധികാം ദേവീം സർവാർത്ഥസാധികാം ശരണ്യാം സർവഭൂതാനാം ശരണ്യാം സർവഭൂതാനാം നമാമോ ഭൂമിമാതരം നമാമോ ഭൂമിമാതരം സച്ചിദാനന്ദരൂപായ സച്ചിദാനന്ദരൂപായ വിശ്വമംഗലഹേതവേ വിശ്വമംഗലഹേതവേ വിശ്വധർമ്മൈകമൂലായ വിശ്വധർമ്മൈകമൂലായ നമോസ്തു പരമാത്മനെ നമോസ്തു പരമാത്മനെ വിശ്വധർമ്മ വികാസാർത്ഥം വിശ്വധർമ്മവികാസാർത്ഥം പ്രഭോ സംഘടിതാവയം പ്രഭോ സംഘടിതാവയം ശുഭാമാശിഷമസ്മഭ്യം ശുഭാമാശിഷമസ്മഭ്യം ദേഹി തത്പരിപൂർത്തയേ ദേഹി തത്പരിപൂർത്തയേ അജയ്യമാത്മസാമർഥ്യം അജയ്യം ആത്മസാമർഥ്യം സുശീലം ലോകപൂജിതം സുശീലം ലോകപൂജിതം ജ്ഞാനം ച ദേഹി വിശ്വേശ ജ്ഞാനം ച ദേഹി വിശ്വേശ ധ്യേയമാർഗപ്രകാശകം ധ്യേയമാർഗപ്രകാശകം സമുത്കർഷോസ്തു നോ നിത്യം സമുത്കർഷോസ്തു നോ നിത്യം നിശ്രേയസമന്വിതഃ നിശ്രേയസമന്വിതഃ തത്സാധകം സ്ഫുരദ്വന്തഃ തത്സാധകം സ്ഫുരദ്വന്തഃ സുവീര്യവ്രതമുജ്വലം സുവീരവ്രതമുജ്വലം വിശ്വധർമ്മപ്രകാശേന വിശ്വധർമ്മപ്രകാശേന വിശ്വശാന്തി പ്രവർത്തകേ വിശ്വശാന്തിപ്രവർത്തകേ ഹിന്ദുസംഘടനാകാര്യേ ഹിന്ദുസംഘടനാകാര്യേ ധ്യേയനിഷ്ഠാസ്ഥിരാസ്തു നഃ ധ്യേയനിഷ്ഠാസ്ഥിരാസ്തു നഃ സംഘശക്തിർവിജേത്രീയം സംഘശക്തിർവിജേത്രീയം കൃത്വാ സ്മധർമ്മരക്ഷണം കൃത്വാ സ്മധർമ്മരക്ഷണം പരമം വൈഭവം പ്രാപ്തം പരമം വൈഭവം പ്രാപ്തും സമർത്ഥാസ്തു തവാശിഷ സമർത്ഥാസ്തു തവാശിഷ ത്വദീയേ പുണ്യകാര്യേസ്മിൻ ത്വദീയേ പുണ്യകാര്യേസ്മിൻ വിശ്വകല്യാണസാധകേ വിശ്വകല്യാണസാധകേ ത്യാഗസേവാവ്രതസ്യായം ത്യാഗസേവാവ്രതസ്യായം കായോ മേ പതതു പ്രഭോ കായോ മേ പതതു പ്രഭോ വിശ്വധർമ്മ കി ജയ് विश्वधर्म की जय। सूर्य प्रणाम। 1 2 3 संघ विग्र ആർക്കെങ്കിലും എന്തെങ്കിലും കഥ പറയണേ കഥ പറയാം, സമയമുണ്ട്. സുരക്ഷേട്ടാ ഞാനും ഇറങ്ങിക്കോളൂട്ടോ, ഇത് ഇറങ്ങിക്കോളൂ. ചെയ്തോട്ടെ. ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാവരും ഇറങ്ങിക്കോളൂ. അത് ചായ കഴിഞ്ഞു. അല്ല ഇറങ്ങിക്കോട്ടെ. രണ്ട് ഈസ്റ്റർ പാർട്ടി ആയിരുന്നു, അതിന്റെ ഇടയ്ക്ക് ഇന്ന് പോകുന്നതാ. ഓക്കെ, നമസ്തേ നമസ്തേ ശരി, അപ്പൊ നമസ്തേ. നമസ്തേ, നമസ്തേ. ശിവരാത്രി. നമസ്തേ. സുഭാഷ്, നമ്മളെ പരിപാടി ജൂലൈ 18 ജൂലൈ 11 ജൂലൈ 11 നമ്മളുടെ രാമായണോത്സവം വരുന്നത്. ഓക്കെ. നിങ്ങൾക്ക് വീട്ടിലൊന്നും ചർച്ച ചെയ്യുന്നില്ലേ? 5 വരെ ഉണ്ടാവും സദാനന്ദ മാഷ്, ആ സമയത്താണ് ഉണ്ടാവുക. വീട്ടില് നമ്മള് കാണുന്നത് തന്നെ കുറവാന്നേ. നമ്മള് നിങ്ങൾക്ക് രണ്ടുപേരും കൂടിയിട്ട് ഒരു ഇനി 11 പരിപാടി ഉണ്ടാക്കണം. അല്ല, ഗ്രൂപ്പില് ഡിസ്കസ് ചെയ്താൽ മതി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ, നമുക്ക് മറ്റുള്ളവർക്ക് കാണാലോ. ചർച്ച ചെയ്യാനിട്ടല്ല, മൂപ്പർക്ക് ഡേറ്റ് ഓർമ്മയില്ല. ജൂലൈ 11 നമ്മളുടെ രാമായണോത്സവം വരിക. അതെങ്ങനെ വെച്ചാൽ നമ്മൾ എല്ലാവരും ഗ്രൂപ്പിൽ ചർച്ച ചെയ്യും, നമ്മളുടെ പരിചയത്തിലുള്ള ഹിന്ദു സമാജങ്ങളെല്ലാം പങ്കെടുപ്പിക്കുകയും വേണം. അത് മസ്റ്റായിട്ട് നമ്മൾ ഈ വരുന്ന വ്യാഴാഴ്ച നമ്മൾ ഒന്നിച്ച് നമ്മളെല്ലാവരും അത് ഷെയർ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് അതിനെ എല്ലാവരും എത്തിക്കണം. അത്
ശരിയാ. ഈ വ്യാഴാഴ്ച ആയിരിക്കും, വ്യാഴാഴ്ച രാവിലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വാമിജിയുടെ മെസ്സേജും നമ്മളുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ വഴിയിട്ട് നമുക്ക് ഷെയർ ചെയ്യണം. ഇതിൽ നമ്മൾ മലയാളി മാത്രമല്ല അല്ലേ? അത് മലയാളി OMUK ആണല്ലോ നടത്തുന്നത്. പിന്നെ സദാനന്ദ മാഷിന്റെ പരിപാടി ഓൾ 6 months ഓഫ് BJP നമ്മൾ കേരള ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് നടത്തേണ്ടി വരും. അതൊന്ന് ഡേറ്റ് മുൻപ് പറയണേ, ലീവ് എടുക്കണം. 5 തീയതി മുതൽ 15 തീയതി വരെ ഉണ്ട് മാഷ് ഇവിടെ. അത് മിക്കവാറും ഒരു 13 തീയതി ആയിരിക്കും, ശനിയാഴ്ച ആയിരിക്കും നമ്മുടെ പൊതുപരിപാടി. ഹോളിന്റെ കാര്യത്തിൽ ഇപ്പൊ കോള് വന്നോളൂ, നോക്കട്ടെ കിട്ടുന്ന ഹോളിന്റെ അവൈലബിലിറ്റി പോലെ നമുക്ക് ഡേറ്റ് തീരുമാനിക്കാം. ഏതാ ജൂണിലല്ലേ വരാ? അത് ജൂണിലാണ്. അതിൽ ആ പരിപാടി വരെ ഒന്നുകിൽ 6 അല്ലെങ്കിൽ 13 ആയിരിക്കും. രണ്ടിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും. 2 ലീവ്. ജൂൺ 6 എന്ന് പറഞ്ഞാ ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒന്ന് ചോദിക്കാറുള്ളേ. ചേട്ടാ നമ്മൾ ഈ രാമായണ കലോത്സവം പറഞ്ഞതേ, അതിപ്പം ഒരു സപ്പോസ് ഇപ്പോ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കണം താല്പര്യമുണ്ട്, പക്ഷെ അതാത് സ്ഥലത്തെ ഹിന്ദു സമാജമായിട്ട് കോണ്ടാക്ട് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഹിന്ദു സമാജത്തിന് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിലോ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? പങ്കെടുക്കണ്ടെന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല, അവർക്ക് വരാം. അതിലൊരു മത്സരത്തിൽ പങ്കെടുക്കൽ കാരണം വെച്ചാണല്ലോ നമ്മൾ അങ്ങനെ ഇൻഡിവിജ്വലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു കൃത്യമായ ചട്ടക്കൂട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സമാജം വഴി ബന്ധപ്പെട്ട ഇപ്പൊ അവർക്ക് അതുവഴി വരാൻ പറ്റില്ല. അവർക്ക് വന്നൊന്നിട്ട് മറ്റേതെങ്കിലും സമാജമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വരാം. അതാണ് അതിൽ നമുക്ക് ഏറ്റവും പോസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം അതെന്താ പറയാ സുഭാഷ്, എനിക്കിപ്പോ ഇവിടെ വാക്കിങ്ങിൽ ഇപ്പൊ അങ്ങനെ സമാജങ്ങളൊന്നും ഇല്ല നമുക്കൊന്നും ഇപ്പൊ ഇവിടെ. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടാവും എന്തായാലും. അല്ല, അപ്പൊ അങ്ങനെയുള്ളവർ നമ്മൾ നേരിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സമാജത്തിന്റെ ഇതിലേക്ക് അണ്ടറിലേക്ക് അവരെ ആക്കി തരാം. അപ്പൊ അതുവഴി മലയാളി ഹിന്ദു അസോസിയേഷൻ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ താല്പര്യമുണ്ട്. ആർക്കും അബർഡീൻ മലയാളി ഹിന്ദു അസോസിയേഷന്റെ പേരിൽ നിങ്ങള് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അല്ലേ? ഞങ്ങള് വലിയ വലിയ ഫുട്ബോൾ ടീമുകളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങള് മറ്റേ വലിയ ആൾക്കാരെ എടുക്കില്ല. അതുപോലെ IPL പോലെ ഞങ്ങള് പുറത്തുനിന്ന് ആൾക്കാരെല്ലാം ഹയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആൾക്കാരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹയർ ചെയ്യുന്നവര് പറഞ്ഞാൽ മതി, ഞങ്ങൾ പ്രൊവൈഡ് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ടി വരും, എന്നിട്ട് നമ്മൾ പോയി പങ്കെടുക്കണം. അല്ലാതെ ചേട്ടാ ഒരു ചോദ്യം കൂടെ അനുവദിക്കുമോ? ചോദിച്ചോളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പം ഈ ഹിന്ദു സമാജ് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെക്രട്ടറി അത് ഗൂഗിൾ ഫോമിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഓതറൈസ്ഡ് പേഴ്സൺ തന്നെ വേണോ, അതുകൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മള് ഇപ്പൊ ഒരു ഹിന്ദു സമാജം ഒരു ഏരിയയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഹിന്ദു സമാജത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മളൊരു ഫിസിക്കൽ ഫോം അയച്ചു കൊടുക്കുന്നുണ്ട്, ഒരു PDF ഫോം. അത് അവര് ഫില്ല് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നു കഴിയുമ്പോൾ നമുക്ക് അവരുടെ രജിസ്ട്രേഷനും അവരുടെ ഇതിൽ പങ്കെടുക്കാനുള്ള താല്പര്യം ഒരുമിച്ചാണ്. കാരണം ഇതൊരു UK ആയതുകൊണ്ട് കുറച്ച് ഡാറ്റ പ്രൊട്ടക്ഷൻ ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പൊ അത് കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിസിക്കൽ ഫോം തന്നെയാണ് നമ്മൾ, അല്ലാതെ ഒരു ഗൂഗിൾ ഫോം അല്ല. ഫിസിക്കൽ ഫോം നമ്മൾ അയച്ചു കൊടുക്കും. അത് അവർക്ക് ഓൺലൈനിൽ ഫില്ല് ചെയ്തിട്ട് ഓൺലൈനിൽ തന്നെ അയച്ചു തന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ ഇമെയിൽ ID അയച്ചു തരണം. അതാണ് കഴിഞ്ഞപ്പോ എത്തിയല്ലോ. സംഗതി വരാൻ സാധ്യത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോ ഇവിടുന്ന് പങ്കെടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ സമാജത്തിന്റെ ആള് പറയണേ അങ്ങനെ OMUKയുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ അങ്ങനെ ഒരു പ്രശ്നം വരാം. അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, മനസ്സിലായി. അങ്ങനെ ഒരു പ്രശ്നം വരാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട അത്ര ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കണ്ട്, എനിക്ക് പോകാൻ താല്പര്യമുണ്ട്, നിങ്ങൾ അതിനോട് കൺസെന്റ് തരണം നമ്മൾ പറയാം. അവർക്ക് ഇപ്പൊ താല്പര്യമില്ല, നിങ്ങൾക്ക് ഞാനൊരു വേറെ സമാജത്തിന്റെ ത്രൂ ഞാൻ പങ്കെടുക്കും. അപ്പൊ അവർക്ക് വിഷമം ഉണ്ടാവാനും പാടില്ല. എനിക്കിപ്പോ അപ്പൊ നമുക്ക് അവരുടെ അല്ല, നമ്മളിപ്പോ ഒരു സമാജത്തിൽ നിന്ന് എതിർത്തിട്ട് വേറൊരു ആ സമാജത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, വേറെ സമാജത്തിന്റെ പേരിൽ ആ സമാജമായിട്ട് നമുക്ക് വലിയ കുഴപ്പമാണ്, എന്നാ പിന്നെ വേറെ അങ്ങനെ വരരുത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ക്ലാഷ് ഉണ്ടാവില്ല അവിടെ. സെയിം ഇപ്പൊ കേംബ്രിഡ്ജിലുള്ള ഒരു സമാജം വരുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് കേംബ്രിഡ്ജ് സമാജമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, നിങ്ങൾ വേറൊരു സമാജം ഇപ്പം പിന്നെ നോട്ടിംഗ്ഹാമിലെ സമാജമായിട്ടാണ് ബന്ധപ്പെടുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ശരിയായ ഒരു രീതിയല്ലല്ലോ. നോക്കാം എങ്ങനെയൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെയൊക്കെ ഇഷ്യൂ വരാൻ സാധ്യത. നമുക്കൊരു മാക്സിമം 10-15 കൂടുതൽ സമാജത്തിൽ പങ്കെടുപ്പിക്കാനും പറ്റില്ല. നമുക്ക് മൊത്തം പ്രോഗ്രാം ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം നമ്മുടെ കെയർ ഓഫിലുള്ള ആളുകളുമായിട്ട് സമാജങ്ങൾ ചെയ്യുക. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. അതുപോലെ ഇത് നമ്മൾ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്, ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ല. അതുകൊണ്ടാ പറഞ്ഞത് അതാത് സ്ഥലത്ത് ആൾക്കാർ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഒഫീഷ്യൽ രജിസ്ട്രേഷൻ വേണം ഞങ്ങൾ തീരുമാനിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സമാജങ്ങൾക്ക് എല്ലാവരും നമ്മുടെ അടുത്തൊന്ന് രജിസ്റ്റർ ചെയ്യണമെന്നൊന്നും പറയാത്തത്. കാരണം സമാജങ്ങൾ ഇൻഡിവിജ്വലായും അവരുടെ എല്ലാ ഐഡന്റിറ്റിയും നിലനിൽക്കുമ്പോൾ തന്നെ
അവർക്ക് വന്ന് യോജിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ അവരെ ഭരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനോ അല്ല. ഈ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അതല്ലാതെ അവരുടെ പ്രവർത്തനമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ഇടപെടാൻ ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ആരുമായിട്ടും മത്സരത്തിലുമല്ല, വേറെ ആർക്കും എതിരെ. ഇത് നമ്മളോടൊരു നിർദ്ദേശം, സംഘം തന്ന നിർദ്ദേശം നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് എൻ്റെ പരിപാടി. എന്തായാലും 7-ാം തീയതിക്ക് അടുത്ത് മറ്റന്നാള് മറ്റേ വ്യാഴാഴ്ചക്ക് ശേഷം നമുക്കത് പബ്ലിഷ് ചെയ്യാകുമ്പോൾ അതോടനുബന്ധിച്ച് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും ഫോമുകളും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. നോക്കാം. വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, ശരി. ശരി എന്നാ. നമസ്തേ. കുളിക്കാൻ